ചില സമയത്ത് നല്ലൊരു സിനിമ തിരഞ്ഞു പോയാൽ കണ്ടുപിടിക്കാനായി നല്ല പാടാണ്. 2ഉം 3ഉം 4ഉം സിനിമകൾ കണ്ടാലും നമുക്ക് വീഡിയോ ചെയ്യാനായി പറ്റിയൊരു സിനിമയായിട്ട് തോന്നാറില്ല. അതുപോലൊരവസ്ഥയായിരുന്നു കുറച്ച് ദിവസത്തേക്ക് എനിക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ലൊരു സിനിമ എൻ്റെ മുന്നിലേക്ക് വരുന്നത്. ആ സിനിമ കാണാനായി രാത്രി തന്നെ ഡൗൺലോഡ് ചെയ്ത് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എഴുന്നേറ്റ് ആ സിനിമ കണ്ടു നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഡൗൺലോഡ് ചെയ്ത് കണ്ട് വേണ്ടാന്ന് വിചാരിച്ച് മാറ്റിവെച്ച സിനിമയായിരുന്നു അത്. ഈ ഒരു സാഹചര്യത്തിൽ മാനസികമായി ഞാൻ തളർന്നു പോകും. അതെന്താണെന്നറിയില്ല. എന്തായാലും അപ്പോഴാണ് ഇതിനു മുന്നേ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ലഭിച്ചിരുന്നൊരു സിനിമ എനിക്ക് ഓർമ്മ വരുന്നത്. അന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ആ സിനിമ വീണ്ടും അപ്ലോഡ് ചെയ്യാനായി തോന്നിയില്ല. എന്നാൽ ഇപ്പോഴാണ് എനിക്ക് അതൊന്നുകൂടെ ചെയ്യാനായി തോന്നുന്നത്. പലരും കമന്റ് ബോക്സിൽ പല സിനിമകളെക്കുറിച്ചും പറയാറുണ്ട്. ചില സിനിമകളെല്ലാം ഞാൻ കണ്ടു നോക്കാറുണ്ട്, പറ്റുന്നതെല്ലാം ചെയ്യാറുണ്ട്. എന്തായാലും അതുപോലെ തന്നെ കിട്ടിയൊരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 1953 കൊറിയൻ യുദ്ധം നടക്കുന്ന സമയം. ആ സമയം യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാനായി സൗത്ത് കൊറിയ അവരുടെ പട്ടാള രഹസ്യങ്ങളെല്ലാം കോഡ് രൂപത്തിലാക്കി ഒരു ഡോക്യുമെന്റ് ചെയ്ത് എല്ലാ ക്യാമ്പുകളിലേക്കും അയച്ചു. ഈ കോഡ് രൂപത്തിലുള്ള ഡോക്യുമെന്റിൽ സൈന്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കേണ്ട പല ചുമതലകളെ കുറിച്ചുമാണ് എഴുതി വെച്ചിരുന്നത്. ഇത് കോഡ് രൂപത്തിലായതുകൊണ്ട് തന്നെ നോർത്ത് കൊറിയക്കാർക്ക് അത് കിട്ടിയിട്ട് കാര്യമില്ല. പക്ഷെ ചിലപ്പോൾ അവരത് ഡീകോഡ് ചെയ്തെന്ന് വരും. അതുകൊണ്ട് തന്നെ നോർത്ത് കൊറിയക്കാരുടെ കയ്യിൽ എത്താതെ അത് അടുത്ത ക്യാമ്പിൽ എത്തിക്കണം. അങ്ങനെ അതും കൊണ്ടുപോകുന്ന ഹീറോയുടെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കേൾക്കുമ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണെങ്കിലും ഈ സിനിമ വളരെ തമാശ രീതിയിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇനിയും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഈ സിനിമയെക്കുറിച്ച്. എന്തായാലും നമുക്ക് ആ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കാം. എന്നാൽ പിന്നെ നമുക്ക് 2015 റിലീസ് ചെയ്ത ദ ലോങ് വേ ഹോം എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ എഴുതി കാണിക്കുകയാണ്. 1950 ജൂൺ 25 നോർത്ത് കൊറിയയുടെ ആക്രമണം മൂലം കൊറിയൻ യുദ്ധത്തിന് ആരംഭം കുറിച്ചു. നോർത്ത് കൊറിയ സൗത്ത് കൊറിയയുടെ സിയോൾ പിടിച്ചെടുത്തു. എന്നാൽ കൈവിട്ടുപോയ സിയോൾ തിരിച്ചു പിടിക്കാനായി സൗത്ത് കൊറിയക്ക് 3 മാസം വേണ്ടി വന്നു. എന്നാൽ ഈ യുദ്ധം 3 വർഷത്തോളം നീണ്ടു നിന്നു. അങ്ങനെ ഇപ്പോൾ 1953 കാണിക്കുന്നത്. സൗത്ത് കൊറിയ എങ്ങനെയും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള മട്ടിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സൈനിക നീക്കങ്ങൾ വേഗത്തിലാക്കാനും ഷാർപ്പാക്കാനുമായി അവരൊരു പദ്ധതി ഇട്ടു. അതിനാവശ്യമായി എഴുതി വെച്ച ഉരുപ്പടികളെല്ലാം ഒരു സീക്രട്ട് ഡോക്യുമെന്റ് ആക്കിയിട്ട് അവരടുത്ത പട്ടാള ക്യാമ്പിലേക്ക് കൊണ്ടെത്തിക്കാനായി ഒരു സൈനികനെ തെരഞ്ഞെടുത്തു. ആ സീക്രട്ട് ഡോക്യുമെന്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം കോഡ് രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർത്ത് കൊറിയക്കാർക്ക് കിട്ടിയാൽ അതിലൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല, അവർക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. പക്ഷെ ചിലപ്പോൾ അവരത് മനസ്സിലാക്കിയെന്ന് വരാം. അതുകൊണ്ട് നോർത്ത് കൊറിയക്കാരുടെ കയ്യിൽ അതൊരിക്കലും കിട്ടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ക്യാമ്പിലേക്ക് കൊടുത്തു വിടുന്ന പട്ടാളക്കാരന്റെ കൂടെ തന്നെ ഒരു ടീമിനെ കൂടെ അയക്കും. ആ ടീമിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സീക്രട്ട് ഡോക്യുമെന്റ് കയ്യിൽ വെച്ചിരിക്കുന്ന പട്ടാളക്കാരനാണ് നമ്മുടെ ഹീറോ. അങ്ങേരുടെ പേര് അങ്ങേര് സൗത്തുകാരനായതുകൊണ്ട് തന്നെ നമുക്ക് സൗത്തൻ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. ഇതേ സമയം നോർത്ത് കൊറിയൻ പട്ടാളക്കാര്, നോർത്ത് കൊറിയക്കാരെന്ന് പറഞ്ഞാൽ കിം ജോങ് ഉന്നിന്റെ നാട്ടുകാരാണ്. എന്തായാലും അവരുടെ ബുസാനിലുള്ള ക്യാമ്പിലേക്ക് ഭക്ഷണം എത്തിക്കാനായി ഒരു വലിയ ടീമായി പോവുകയാണ്, ഒരു വലിയ സൈന്യമായി പോവുകയാണ്. അവർക്ക് പ്രൊട്ടക്ഷനായി ഒരു പീരങ്കി കൂടെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ പീരങ്കിക്കകത്ത് ആ ടീമിന്റെ കമാൻഡറും അതുപോലെ തന്നെ പീരങ്കി ഓടിക്കുന്നയാളും പിന്നെ ഒരു മെഷീൻ ഗണ്ണിസ്റ്റും ആണുള്ളത്. മെഷീൻ ഗണ്ണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പയ്യനാണ്. അവൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്. യുദ്ധം നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധത്തിനായി വരേണ്ടി വന്നതാ. യുദ്ധം കഴിഞ്ഞാൽ അവൻ തിരികെ സ്കൂളിലേക്ക് തന്നെ പോവുകയും ചെയ്യും. പക്ഷെ ഇപ്പൊ അവൻ ഈ പീരങ്കിയുടെ മെഷീൻ ഗണ്ണിസ്റ്റ് ആണ്. അവൻ ആളങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ കമാൻഡർക്ക്, ആ പീരങ്കിയിൽ ഇരിക്കുന്ന കമാൻഡർക്ക് അവനൊരു നേരം പോക്കാണ്. അവനെക്കുറിച്ച് തമാശകളും കളിയാക്കിയൊക്കെ പറഞ്ഞ് അങ്ങനെ ആസ്വദിക്കും. അപ്പോഴാണ് പീരങ്കി ഓടിക്കുന്നവൻ ചോദിക്കുക, കമാൻഡർ നമുക്ക് പുതിയ എന്തെങ്കിലും യുദ്ധതന്ത്രം ഉണ്ടോന്ന്. അതിന് കമാൻഡർ നമ്മുടെ നോർത്ത് പയ്യനോട് പറയും, സ്കൂൾ പയ്യനോട് പറയും, നമ്മുടെ പുതിയ തന്ത്രം എന്താണെന്ന് അവനൊന്ന് പറഞ്ഞോട്. അവൻ അപ്പോഴേക്ക് പറയും, സൗത്ത് കൊറിയയെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ സൈന്യത്തെ വകഞ്ഞു മാറ്റി നമ്മുടെ സൈന്യത്തെ ബുസാനിലെത്തിക്കുക. ഇത് കേൾക്കുന്ന കമാൻഡറൊക്കെ ചിരിയാണ്. അവനെ കൊണ്ട് ഇതുപോലെ ഓരോന്ന് പറയിപ്പിക്കാന്നുള്ള അങ്ങേരുടെ ഒരു ഹോബിയാ. അത് കേൾക്കുന്ന പീരങ്കി ഓടിക്കുന്നവൻ, ഈ ഒരു തന്ത്രം മാത്രമേ ഉള്ളൂ, നമുക്ക് വേറൊരു തന്ത്രമല്ലേ, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കമാൻഡർ വീണ്ടും പയ്യനോട് പറയും, നമ്മുടെ പുതിയ തന്ത്രം അതും കൂടെ പറഞ്ഞു കൊടുക്ക്. അവൻ വീണ്ടും നേരത്തെ പറഞ്ഞ അതേ തന്ത്രം തന്നെ തിരിച്ചും മറിച്ചും അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അത് തന്നെ പറഞ്ഞു കൊടുക്കും. അത് കേൾക്കുന്ന പീരങ്കി ഓടിക്കുന്നവന് ദേഷ്യം പിടിച്ചു നിർത്താൻ പറ്റില്ല. അവൻ ഗിയർ ചേഞ്ച് ചെയ്യാൻ നോക്കുന്ന നേരം അതാണെ ചേഞ്ച് ആവുന്നില്ല. അവൻ പിടിച്ചു വലിക്കുന്ന നേരം കമാൻഡർ പറയും, മോനെ അതിങ്ങനെയൊന്നും പിടിച്ചു വലിക്കല്ലേ, അതെങ്ങാൻ പൊളിഞ്ഞാൽ പിന്നെ ഇവിടെ നിർത്തി പണിയെടുക്കേണ്ടി വരും. അങ്ങേര് പറഞ്ഞു കഴിഞ്ഞില്ല, അപ്പൊ തന്നെ ഗിയറിന്റെ ലിവർ കയ്യിൽ പോരും. കമാൻഡർ ദേഷ്യം വന്ന്, എടാ ബടുക്കൂസ, നിന്റെ മണ്ണത്തരം കാണിക്കാനുള്ള സ്ഥലമല്ലേ ഇത്, ഈ ഒരു പീരങ്കി എങ്ങനെയാലും ബുസാനിൽ എത്തിക്കാന്നുള്ള എന്റെ ചുമതലയാ. ഇനിയിപ്പോ ഏതായാലും ഇതൊരു മൂലക്കിട്ട് നന്നാക്കിയിട്ട് പോയാൽ മതി. അങ്ങനെ അവര് പീരങ്കി ഒരു കുറ്റിക്കാട്ടിലേക്ക് ഇറക്കി വെച്ച് പുല്ലെല്ലാം കയറ്റി വെച്ചോണ്ട് അതിൽ പണിയാൻ തുടങ്ങും. അപ്പോൾ
അപ്പോഴാണ് കമാൻഡർ ഒരു സിഗരറ്റ് എടുത്ത് വലിക്കുന്നത് നമ്മുടെ നോർത്ത് പയ്യൻ കാണുക. അവരെല്ലാവരും നോർത്തുകാർ തന്നെയാണ്, പക്ഷെ ആ പയ്യനെ മനസ്സിലാവാനാണ് ഞാൻ നോർത്ത് പയ്യനെന്ന് പറഞ്ഞ്. എന്തായാലും കമാൻഡർ അവനോട് സിഗരറ്റ് വേണോന്ന് ചോദിക്കുന്ന നേരം അവൻ പറയും, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, യുദ്ധം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോവുകയും ചെയ്യും. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ സിഗരറ്റ് അല്ല വലിക്കേണ്ടത്, നമുക്ക് ആരോഗ്യമാണ് വേണ്ടത്, അതുകൊണ്ട് ഭക്ഷണം കഴിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് ഭക്ഷണം കിട്ടുമോ എന്ന് കമാൻഡർ ചോദിക്കും. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഭക്ഷണം കൊണ്ടുവന്ന ടീമാണെങ്കിൽ ഈ പീരങ്കി നന്നാക്കുന്ന കാത്തു നിൽക്കാനായിട്ട് നിന്നിട്ടില്ല. അവർ കുറച്ച് മുന്നിലേക്ക് പോയിട്ടുണ്ട്. അവനാണെങ്കിൽ ഭക്ഷണം എടുത്തു കൊണ്ടുവരാനായി അവരുടെ തൊട്ടു പിന്നാലെ ഓടും. ഇതേ സമയം നമ്മുടെ സൗത്ത് ടീമാണെങ്കിൽ ഡോക്യുമെന്റ് ക്യാമ്പിലെത്തിക്കാനായി ഇപ്പോഴേതോ ഒരു മല കയറിക്കൊണ്ടിരിക്കുക. ആ മലക്കാണെങ്കിൽ ഒരു വിജൃംഭിച്ച പേരാണ്. സൗത്തൻ കൂട്ടുകാരനോട് പറയും, ഞാൻ എൻ്റെ വീട് വെക്കാൻ പോകുന്ന സ്ഥലത്തിനും ഇതേ പേര് തന്നെയാണ് വെക്കാൻ പോകുന്നത്. അതിന് കൂട്ടുകാരൻ ചോദിക്കും, അതിന് നിനക്ക് സ്ഥലമുണ്ടോ? സ്ഥലം വാങ്ങാനായി നിന്റെ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ പശുവിന് വിറ്റിട്ട് കാശുണ്ടാക്കും. സത്യം പറഞ്ഞാൽ ഇവർ വലിയ സോൾജിയേഴ്സ് ഒക്കെ ആണെങ്കിലും ഇവരുടെ കയ്യിൽ കാശൊന്നുമില്ല, പഴയ കാലല്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അങ്ങനെ സംസാരിച്ച് പോകുമ്പോഴാണ് പെട്ടെന്ന് എവിടെയോ നിന്ന് നോർത്ത് ടീം അവരെ ഷൂട്ട് ചെയ്യുന്നത്. പടപടാന്ന് ഷൂട്ട് ചെയ്യാണ്. ആ ഷോട്ട് വരുമ്പോൾ തന്നെ അവരെല്ലാവരും ഓടാൻ തുടങ്ങും. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഗ്രനേഡ് കൂടെ വരുന്ന നേരം അവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സൗത്തൻ പെട്ടെന്ന് തന്നെ കൂട്ടുകാരനായിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. രക്ഷപ്പെടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇവിടെ ഫുഡ് എടുക്കാൻ വന്ന നോർത്തൻ കൂടെ ഉണ്ടായിരുന്നവരുടെ കയ്യിൽ നിന്ന് ഫുഡെല്ലാം എടുത്ത് തിരിച്ചു വരാൻ നേരത്താണ് ദൂരേന്ന് മേലെ നിന്ന് കുറെ വിമാനങ്ങൾ വരുന്ന കാണുക. ആ വിമാനങ്ങളെല്ലാം സൗത്ത് കൊറിയയെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ വിമാനങ്ങളാണ്. അവർ പെട്ടെന്നാണ് ആ സൈന്യത്തിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുക. വിമാനത്തിൽ നിന്ന് വരുന്ന ഷോട്ട് ആയതുകൊണ്ട് തന്നെ പവർ ഇത്തിരി കൂടുതലാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പൊട്ടിത്തെറിക്കുകയാണ്. നോർത്തൻ താഴേക്കൂടെ എഴഞ്ഞെല്ലാം പോകുന്ന നേരം ഒരു പോസ്റ്റെല്ലാം അവന്റെ തൊട്ട് മേലേക്ക് വീഴാനായി പോകുന്നുണ്ട്. അപ്പോഴാണ് അവൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിമാനത്തെ നല്ലപോലെ ഒന്ന് കാണുക. സ്രാവിന്റെ മുഖമുള്ള അമേരിക്കയുടെ ഒരു വിമാനം. ഇനിയും അവിടെ നിന്ന് പണി പാളുവെന്ന് മനസ്സിലാവുന്ന അവൻ പെട്ടെന്ന് തന്നെ അവന്റെ കമാൻഡർ അടുത്തേക്ക് പീരങ്കി വെച്ചിരുന്ന സ്ഥലത്തേക്ക് ഓടും. എന്നാൽ അവിടെ ചെല്ലുമ്പോഴാണ് കാണുക, അവർക്ക് എപ്പോഴേ ഷോട്ട് കൊണ്ടിട്ടുണ്ട്, പലരും മരിച്ചു. കമാൻഡർ നോക്കുന്ന നേരം അങ്ങേർക്ക് കുറച്ച് ജീവനുണ്ട്. മരിക്കാൻ നേരം അങ്ങേര് പറയും, ഇനി നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പീരങ്കി ഓടിക്കേണ്ടത് നിന്റെ ചുമതലയാണ്. അതിനവൻ പറയും, എനിക്ക് പീരങ്കി ഓടിക്കാൻ അറിയില്ല. കമാൻഡർ പറയും, അതൊന്നും അവർക്കറിയേണ്ട ആവശ്യമില്ല, പീരങ്കി അവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ നിന്റെ മരണമായിരിക്കും. അവൻ മേലേക്ക് നോക്കുന്ന നേരം വീണ്ടും അമേരിക്കൻ വിമാനങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഇനിയും അവിടെ പെട്ടുപോകണ്ടെന്ന് വിചാരിച്ച് അവൻ അവിടെ നിന്ന് ഓടും. നമ്മുടെ സൗത്തനാണേൽ പരിക്ക് പറ്റിയ കൂട്ടുകാരനെ ആയിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുവരും. കൂട്ടുകാരൻ ചോദിക്കും, നിന്റെ കയ്യിൽ സീക്രട്ട് ഡോക്യുമെന്റ് അത് സേഫ് അല്ലേ? അത് സേഫ് ആണെന്നും പറഞ്ഞ് കൈവച്ച് നോക്കുമ്പോഴാണ് കാണുക, അത് മിസ്സായി, അതെവിടെയോ വീണുപോയി. കൂട്ടുകാരൻ, അതില്ലെങ്കിൽ നീയും മരിക്കും ഞാനും മരിക്കും. അത് ശരിയാണല്ലോ എന്ന് മനസ്സിലാവുന്ന ഹീറോ പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കാനായി ഓടും. ഇതേ സമയം വിമാനം കണ്ട് പേടിച്ചോടുന്ന നോർത്തനാണേൽ ഓടുന്ന വഴിയിൽ ഡോക്യുമെന്റ് എവിടെയാണെന്നുള്ള ചോദ്യം കേട്ട് പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന പുല്ലിലേക്ക് ചാടി വീഴും. ആ ശബ്ദം വന്നിരിക്കുന്നത് സൗത്തുകാരുടെ വീണുപോയിരിക്കുന്ന ഒരു വാക്കി ടോക്കിയുടെ ഉള്ളിൽ നിന്നാണ്. അവനാണെങ്കിൽ നോർത്തനാണെങ്കിൽ അവിടെയെല്ലാം നോക്കുന്ന നേരം ആ സീക്രട്ട് ഡോക്യുമെന്റ് അവിടെ വീണ് കിടക്കുന്ന അവൻ കാണുകയും ചെയ്യും. കാണുമ്പോൾ തന്നെ അത് കാര്യപ്പെട്ടൊരു ഡോക്യുമെന്റ് ആണെന്ന് അവന് മനസ്സിലായി. അവൻ മെല്ലെ മെല്ലെ അതിന്റെ അടുത്തേക്ക് ചെന്ന് അതെടുത്ത് ഓടാൻ ശ്രമിക്കുമ്പോൾ അവന് വഴിയറിയില്ല. കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് മേലേക്കെറിഞ്ഞ് താഴെ വീണ് ഗണ്ണിന്റെ ഡയറക്ഷൻ നോക്കിയിട്ടാണ് അവൻ ഓടുക. എന്നാൽ മണ്ടൻ ഗണ്ണെടുക്കാതെയാണ് അങ്ങോട്ട് ഓടിയത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരികെ വന്ന് ഗണ്ണെടുത്ത് പോവുകയും ചെയ്യും. എന്നാൽ അവൻ ഓടിച്ചെല്ലുന്ന സൗത്തുകാരനും കൂട്ടുകാരനും നിൽക്കുന്ന കാട്ടിലേക്കാ. അവൻ ഓടുന്ന വഴിയിൽ പെട്ടെന്നാണ് സൗത്തൻ അവന്റെ മുന്നിലേക്ക് വരിക. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തു. എന്തോ ഒരു സംശയം തോന്നി തിരിഞ്ഞു നോക്കുന്ന സൗത്തൻ കാണുന്നത് ഡോക്യുമെന്റ് പിടിച്ചു നിൽക്കുന്ന നോർത്തനെയാണ്. പെട്ടെന്ന് തന്നെ അവര് രണ്ട് സൈഡിലേക്ക് ചാടി വീഴും. പറയാൻ പറ്റില്ലല്ലോ, അവരെന്തേലും ചെയ്താലോ. നോർത്തൻ ഗണ്ണ് മേലേക്ക് വെച്ച് ടപ്പേ 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 എന്ന് പൊട്ടിക്കും. അതിന്റെ കൂടെ തന്നെ കുറച്ച് ഗ്രനേഡുകൾ കൂടെ സൗത്തന്റെ അടുത്തേക്ക് എറിയും. ആ ഗ്രനേഡ് വരുമ്പോൾ തന്നെ സൗത്തൻ അതിന്റെ മേലേക്ക് ചാടി വീഴും. പക്ഷെ അതൊന്നും പൊട്ടുന്നില്ല. എന്താ അതൊന്നും പൊട്ടാത്തെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക, അതിന്റെ പിന്ന് വലിക്കാതെയാണ് അവൻ ആ ഗ്രനേഡ് എല്ലാം എറിഞ്ഞിരിക്കുന്നത്. സൗത്തന് മനസ്സിലായി ഇവൻ ആളൊരു മണ്ടനാ. പെട്ടെന്ന് തന്നെ അവനെ പിടിക്കാനായി തൊട്ടു പിന്നാലെ വെച്ച് പിടിക്കും. ഇതേ സമയം ഡോക്യുമെന്റ് എത്തേണ്ട ക്യാമ്പിലെ കമാൻഡർ ഡോക്യുമെന്റ് കൊടുത്തയച്ച ക്യാമ്പിലെ കമാൻഡറെ വിളിച്ച് ചോദിക്കും, എടാ മണ്ട, നിന്റെ മണ്ടന്മാരൊന്നും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല, എനിക്ക് ആ സീക്രട്ട് ഡോക്യുമെന്റ്സ് എല്ലാം ഇപ്പൊ തന്നെ വേണം. അതിന് കൊടുത്തയച്ച കമാൻഡർ പറയും, എടാ മണ്ടാന്നൊന്നും വിളിക്കാൻ നിൽക്കല്ലേ, ഞാൻ നിന്റെ സീനിയർ ആണ്, നീ എന്റെ ജൂനിയർ. അതിന് ജൂനിയർ കമാൻഡർ പറയും, ജൂനിയർ കമാൻഡർ എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് എത്തേണ്ട ക്യാമ്പിലെ കമാൻഡർ. ഇവിടെ സീനിയർ എന്നോ ജൂനിയർ എന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല, എല്ലാവരും യുദ്ധം ചെയ്യാനായി വന്ന ആളുകളാണ്. കൂടുതൽ സംസാരിക്കാൻ നിന്ന സീനിയർ ആണെന്ന് ഞാൻ നോക്കില്ല. നിങ്ങളുടെ ക്യാമ്പിലേക്ക് ഞാൻ ഇവിടുന്ന് ഒരു മിസൈൽ പറഞ്ഞു വിടും, എല്ലാത്തിനെയും തീർക്കും. ഇവിടെ നോർത്തൻ ആണേൽ സൗത്തന്റെ ഡോക്യുമെന്റുമായിട്ട് പേടിച്ചോടിച്ചില്ലെന്ന് അവന്റെ ടാങ്കിലേക്കാണ്. ടാങ്കിൽ കയറി ചെല്ലുന്ന അവൻ പിന്നെ പുറത്തിറങ്ങില്ല, ഒളിച്ചിരിക്കും. തൊട്ടു പിന്നാലെ അവിടേക്ക് എത്തുന്ന സൗത്തൻ അവിടെ വലിയ ടാങ്ക് കാണുന്ന നേരം പീരങ്കി കാണുന്ന നേരം വേറെ ആരെങ്കിലും അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഒളിച്ചു നിൽക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി അവിടെ വേറെ ആരുമില്ല. പീരങ്കിക്കകത്തിന്ന് നോർത്തൻ പുറത്തേക്ക് നോക്കുന്ന നേരം സൗത്തൻ എവിടെയും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ മെല്ലെ ഡോറ് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിന്റെ ലോക്ക് ചെയ്യുന്ന നേരം പെട്ടെന്നാണ് അത് പുറത്തു നേരം തുറക്കുന്നത്. വീണ്ടും ലോക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഓപ്പൺ ആവുകയാണ്. ഇമാതിരി പണി ചെയ്യുന്നത് സൗത്തനാന്ന് മനസ്സിലാവുന്ന നേരം അവൻ ആ ഡോറിൽ പിടിച്ച് തൂങ്ങി വലിക്കും. വലിഞ്ഞ ഡോർ അടച്ചു കളയും. എന്നാൽ അകത്തിങ്ങനെ ഒളിച്ചിരുന്ന
ഇരുന്നിട്ട് കാര്യമില്ല, എങ്ങനെയും പീരങ്കി ഓടിച്ചു പോകണം. അവനാണെങ്കിൽ പീരങ്കി ഓടിക്കാനും അറിയില്ല. അവിടെയെല്ലാം നോക്കുന്നേരം പീരങ്കിയുടെ ഒരു മാനുവൽ കിട്ടും, എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്നുള്ള മാനുവൽ കിട്ടും. അവൻ അത് തുറന്ന് ഓരോന്നോരോന്ന് വായിച്ച് മെല്ലെ മെല്ലെ പീരങ്കി ഓടിക്കാൻ തുടങ്ങും. സൗത്തന് പണി പാളിയെന്ന് മനസ്സിലാകുമ്പോൾ പീരങ്കിയുടെ ചെയിൻ ഇട്ട് ഷൂട്ട് ചെയ്യും. അതിലൊന്നും വലിയ കാര്യമില്ലല്ലോ, പീരങ്കി അങ്ങനെ പോവാണ്. കുറച്ച് മുന്നിലേക്ക് എത്തുന്നേരം പീരങ്കി നിന്നിട്ട് അതിന്റെ ഗണ്ണൊന്ന് എയിം ചെയ്തിട്ട് വീണ്ടും മുന്നിലേക്ക് തന്നെ പോകും. ഇതെല്ലാം കാണുന്ന നേരം സൗത്തൻ വിചാരിക്കും നോർത്തൻ ടീം ആവാനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന്. പക്ഷേ ഇതെന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അങ്ങ് മനസ്സിലാവുന്നില്ല. പീരങ്കി കറങ്ങുന്നു, അങ്ങനെ ഓടുന്നു, നിൽക്കുന്നു, അങ്ങനെയൊക്കെയാണ് കാണുന്നത്. പെട്ടെന്നാണ് പീരങ്കി ചീറിപ്പായ അവൻ തൊട്ടു പിന്നാലെ തന്നെ വെച്ച് പിടിക്കും. സൗത്തൻ വെച്ച് പിടിക്കും. ഇതേ സമയം ഡോക്യുമെന്റ് എത്തേണ്ട ക്യാമ്പിലെ സോൾജേഴ്സ് അവരുടെ ജൂനിയേഴ്സിനെ റൈഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ട് കമാൻഡർ വരുന്നത്. കാണുമ്പോൾ തന്നെ എല്ലാം കൂടെ എഴുന്നേറ്റ് ഓടും. എന്നാൽ തൊട്ടപ്പുറത്തായിട്ട് അവിടെ ഉണ്ടായിരുന്ന നഴ്സിനോട് 3 സോൾജേഴ്സ് അങ്ങനെ സൊള്ളിയിരിക്കുകയാണ്. അങ്ങോട്ട് കമാൻഡർ എത്തുന്ന നേരം അതിലൊരുത്തിന് മാത്രം ഓടി രക്ഷപ്പെടാനായി പറ്റില്ല. അങ്ങേര് അവന്റെ ഹെൽമെറ്റ് നല്ലപോലെ വെച്ച് കൊടുത്ത് പറയും, ഈ ഹെൽമെറ്റ് നീ കറക്റ്റായിട്ട് ധരിക്കണം. ഇതെങ്ങാനും മാറിയിട്ട് നിന്റെ തലയെങ്ങാനും പൊളിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് യുദ്ധം ചെയ്യാനായി ആരുമില്ല. ഇവിടെ നോർത്ത് പയ്യന് നല്ലപോലെ ടാങ്ക് ഓടിക്കാനേ പറ്റുന്നില്ല. അവന് ടാങ്കിന്റെ സൈസ് മനസ്സിലാവുന്നില്ല, വലുപ്പം മനസ്സിലാവുന്നില്ല. അളവെല്ലാം എടുത്തുകൊണ്ടാണ് അവൻ അങ്ങനെ പോകുന്നത്. പെട്ടെന്നാണ് സൗത്തൻ അങ്ങോട്ട് വന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുക. നോർത്തൻ വേഗത്തിൽ തന്നെ അകത്തേക്ക് കയറിയിട്ട് ഒരു പീരങ്കിയാണോടാ നീ അപമാനിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. എന്നാൽ പീരങ്കിയുടെ ഗണ്ണയും ചെയ്യാൻ അറിയാത്തതുകൊണ്ട് തന്നെ അതെല്ലാം മേലേക്കാണ് അവൻ ഷൂട്ട് ചെയ്യുന്നത്. എല്ലാം അട്ടത്തേക്കാണ് പോകുന്നത്. മേലേക്ക് പോകുന്ന ഉണ്ടകളാണേൽ ഡോക്യുമെന്റ് എത്തേണ്ട ക്യാമ്പിലെ ജൂനിയർ കമാൻഡറുടെ ലൊക്കേഷനിലാണ് ചെന്ന് വീഴുക. കൂടെയുള്ള എല്ലാവരും പേടിക്കെങ്കിലും ജൂനിയർ കമാൻഡർ മാത്രം പേടിക്കില്ല. അങ്ങേര് ധൈര്യത്തിലാണ് നിൽക്കുന്നത്. അങ്ങേര് വിചാരിക്കും ഈ ഉണ്ട തൊടുത്ത് വിടുന്നവന് ഷൂട്ട് ചെയ്യാനൊന്നും അറിയില്ലേ, അവിടെ ഇവിടെയൊക്കെയാണല്ലോ വീഴുന്നത്. ഇവിടെ പീരങ്കിന്ന് 5-8 ഷൂട്ട് ചെയ്തതുകൊണ്ട് തന്നെ അതിനകത്തെല്ലാം പുക നിറഞ്ഞിരിക്കുക. നോർത്തനാണേൽ അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മെല്ലെ ഡോറും തുറന്ന് പുറത്തേക്ക് വരും. അപ്പോഴാണ് സൗത്തൻ ഒരു ലോഞ്ചർ എടുത്ത് കൈ പിടിക്കുന്ന കാണുക. അത് കാണുമ്പോൾ തന്നെ അവൻ പെട്ടെന്ന് പീരങ്കിക്ക് അകത്തേക്ക് ചെല്ലും. അവനിപ്പോൾ ഗണ്ണെല്ലാം കറക്റ്റായിട്ട് എയിം ചെയ്തിട്ടുണ്ട്. അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം എയിം ചെയ്തിരിക്കുക. ഇനി ഷൂട്ട് ചെയ്താൽ മാത്രം മതി. എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഒരു പ്രാവ് അവിടുന്ന് പെട്ടെന്ന് തന്നെ പറന്നു പോകുന്ന നേരം അതിന്റെ കാലിനടിയിൽ ഉണ്ടായിരുന്ന ഒരു ഹെൽമെറ്റ് താഴേക്ക് വീഴും. അത് താഴെ ഉണ്ടായിരുന്ന ഒരു വലിയ പാത്രത്തിൽ തട്ടുന്ന നേരം വലിയൊരു ശബ്ദം വരും. അത് കേൾക്കുമ്പോൾ തന്നെ 2 പേരും ഷൂട്ട് ചെയ്തു. എന്നാൽ അവരുടെ ഉണ്ടകൾ പരസ്പരം കണ്ണും ഒന്ന് നോക്കിയിട്ട് ഒന്ന് പീരങ്കിയുടെ ഗണ്ണിന് തട്ടി ഗണ്ണ് വളഞ്ഞു പോകും. അടുത്തത് സൗത്തിന്റെ തൊട്ടു പിന്നിലുണ്ടായിരുന്ന ബിൽഡിങ്ങിന് ഇടിച്ച് ആ ബിൽഡിംഗ് തകർന്ന് താഴേക്ക് വീഴും. പീരങ്കിക്കകത്ത് നോർത്തന്റെ തലയാണെങ്കിൽ അവിടെയെല്ലാം ഇടിച്ച് അവന്റെ ബോധമെല്ലാം പോയി. തലേന്ന് ഇപ്പം മെല്ലെ ചോരയെല്ലാം താഴേക്ക് വീഴുന്നുണ്ട്. അന്നേരമാണ് അവൻ അവന്റെ അമ്മക്കും കാമുകിക്കും വാക്ക് കൊടുത്തതിനെ കുറിച്ച് ആലോചിക്കുക. ഈ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമെന്ന് അവർക്ക് വാക്ക് കൊടുത്താണ്. അത് ഓർമ്മ വരുമ്പോഴാണ് അവന്റെ ബോധം വരിക. എന്നാൽ അപ്പോഴേക്ക് സമയം രാത്രി ആയിട്ടുണ്ട്. അവൻ മെല്ലെ ടാങ്ക് ഓടിച്ചു പോകാൻ തുടങ്ങും. എന്നാൽ അവൻ പോയി കഴിയുന്ന വഴിയിൽ ബിൽഡിംഗ് തകർന്നതിന്റെ അടിയിൽ നിന്ന് സൗത്തൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാണാം. അങ്ങേര് എന്റെ ഡോക്യുമെന്റ് തിരിച്ചു തടാന്ന് വിളിച്ചു പറയും. ഇവിടെ ഡോക്യുമെന്റ് എത്തേണ്ട ക്യാമ്പിലെ കമാൻഡർ ഡോക്യുമെന്റ് അയച്ച ക്യാമ്പിലെ കമാൻഡർ വിളിച്ചു പറയും, ഇവിടെ നോർത്ത് കൊറിയയുടെ അറ്റാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക. അവരെപ്പോഴാണ് ഇങ്ങോട്ട് വടിയും പാരയായിട്ട് വരാമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് കൂടുതൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ ആളുകളെല്ലാം എവിടെ? അവർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. സീനിയർ പറയും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, അവർ പെട്ടെന്ന് തന്നെ എത്തും. അവരെത്താനുള്ള സമയമായിട്ടുണ്ട്. എന്നാൽ ജൂനിയറിന് കാത്തു നിൽക്കാൻ പറ്റില്ല. ഇത് കേൾക്കുന്ന സീനിയർ പറയും, നിങ്ങൾ ഇമാതിരി തീരുമാനങ്ങൾ എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഇതുവരെ പ്രൊമോഷൻ ഒന്നും കിട്ടാതെ ആയി പോയത്. ജൂനിയർ പറയും, നമ്മൾ ഇങ്ങോട്ട് പ്രൊമോഷൻ കിട്ടാനല്ല വന്നത്, നമ്മൾ യുദ്ധം ചെയ്യാനാണ്. അപ്പം അത് മാത്രം ചെയ്താൽ മതി. എന്നാൽ അത് കേൾക്കുന്ന സീനിയർ പറയും, ഞാനാണ് നിന്റെ സീനിയർ, അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി. അത്രയും പറയുന്ന നേരം ജൂനിയർക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇനി വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ജൂനിയർ ഇങ്ങോട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന ടാങ്ക് കണ്ടുപിടിക്കാൻ, പീരങ്കിയെ കണ്ടുപിടിക്കാനായി ഒരു ടീമിനെ പറഞ്ഞയക്കും. നമ്മുടെ സൗത്ത് പയ്യനാണേൽ രാത്രി ചെന്ന് എത്തിപ്പെടുന്നത് പൊട്ടിപ്പൊളിഞ്ഞ ഒരു വീടിനടുത്താണ്. അവിടെ ടാങ്ക് നിർത്തിയിട്ട് അതിനകത്ത് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന നേരം അതിൽ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ നല്ല രസമുള്ള ഒരു ചോക്ലേറ്റ് അതിലുണ്ട്. അവൻ അത് ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് കുറച്ച് കഴിച്ചിട്ട് ബാക്കി അതിൽ വെച്ച് അവൻ കിടന്നുറങ്ങും. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്നവന് മൂത്രമൊഴിക്കാൻ തോന്നുന്ന നേരം മെല്ലെ പുറത്തേക്ക് നോക്കിയിട്ട് ആരുമില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മെല്ലെ പുറത്ത് വന്ന ആ വീടിന്റെ തൊട്ട് സൈഡിൽ മൂത്രമൊഴിക്കും. അവന്റെ തൊട്ടു മുന്നിൽ തന്നെ ഒരു തേനീച്ചയുടെ കൂടുണ്ട്. അതെങ്ങാനും അറിയാതെ തട്ടിപ്പോയാല് പിന്നെ അവനെ കൊല്ലാനായി സൗത്തുകാരുടെ ആവശ്യമില്ല, ആ തേനീച്ചകൾ മാത്രം മതി. അതെല്ലാം ആലോചിച്ച് അവൻ മെല്ലെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് പീരങ്കിയുടെ ഗണ്ണ് വളഞ്ഞു പോയത് അവൻ കാണുന്നത്. അത് കാണുന്ന നേരം അവൻ ആകെ കൂടെ ടെൻഷനായി. അതെങ്ങനെയും നന്നാക്കി എടുക്കാനായി അവിടുന്ന് കിട്ടിയ കമ്പിയെല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ അടിച്ചു നോക്കും. എന്നിട്ട് എന്ത് കാര്യം, അതൊന്നും ശരിയാവില്ല. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ടാങ്കും സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് യാത്ര തുടങ്ങി. അങ്ങനെ പോകുന്ന വഴിയിലാണ് ഒരു ചൈനക്കാരൻ ചൈനക്കൊടിയും പിടിച്ചോണ്ട് എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ തൊട്ടു മുന്നിൽ വന്ന് വീഴുക. ഈ ഒരു സമയം നോർത്ത് കൊറിയയെ ചൈനയും സോവിയറ്റ് യൂണിയനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട്, സഹോദര നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ച് അടുത്തേക്ക് ചെല്ലും. എന്നാൽ അപ്പോഴാണ് മനസ്സിലാവുക അത് സൗത്തനായിരുന്നു. അങ്ങേര് പെട്ടെന്ന് തന്നെ ഗണ്ണ് വെക്കുന്നതുകൊണ്ട് നോർത്തൻ ഒന്നും ചെയ്യാനും പറ്റില്ല.
അങ്ങനെ അവൻ്റെ ടാങ്കിൽ വന്ന് അവൻ്റെ നേരെ ഗണ്ണും വെച്ചോണ്ട് അവിടെ എവിടെയാണ് ആ ഡോക്യുമെൻ്റ് ഒളിപ്പിച്ച് വെച്ചതെന്നെല്ലാം തിരഞ്ഞു നോക്കുന്ന നേരം അവിടെ എവിടെയും കാണുന്നില്ല. ആകെ കൂടെ അവൻ പെറുക്കി കൂട്ടി വെച്ചിരിക്കുന്ന കുറച്ച് ആക്രികളുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു കോണ്ടം കൂടെ കാണാം. സൗത്തൻ അതെടുത്ത് ഇതെല്ലാം എന്തിനാടാ പയ്യന്മാരുടെ കയ്യിൽ വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ വെക്കും. എന്നിട്ട് അതിലെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്ന നേരം ആ ചോക്ലേറ്റ് ആണ് കിട്ടുക. അതെടുത്ത് കഴിക്കാൻ നോക്കുന്ന നേരം നോർത്തൻ പറയും അത് കഴിക്കാൻ പറ്റില്ല. ഞാൻ കഴിക്കേണ്ടതിൽ ആ ഡോക്യുമെൻ്റ് എവിടെയെന്ന് പറയാമെന്ന് ചോദിക്കുന്ന നേരം അവൻ പിന്നെ ഒരു അക്ഷരം മിണ്ടില്ല. നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഗണ്ണെടുക്കും. 3 വരെ എണ്ണിയാൽ ഞാൻ നിന്നെ കൊല്ലും. 1 2 എണ്ണുന്ന നേരം നോർത്തൻ പറയും എന്നെ കൊല്ലാണേലും താൻ ഇപ്പം തന്നെ കൊല്ല്, അതിന് 1 2 ഒന്നും എണ്ണേണ്ട ആവശ്യമില്ല. അതിൻ്റെ ദേഷ്യത്തിൽ സൗത്തൻ ഗണ്ണ് മാറ്റി വെച്ചൊരു ഒറ്റ പൊട്ടിക്കലാണ്. അതാ പീരങ്കിയുടെ അകത്ത് അവിടെ ഇവിടെയെല്ലാം തട്ടിയിട്ട് നോർത്തിലെ നേതാവിൻ്റെ ഒരു പടം തള്ളിയിടും. എന്നാൽ ആ പടത്തിൻ്റെ തൊട്ടു പിന്നിലാണ് ആ ഡോക്യുമെൻ്റ് അവൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതാണെങ്കിൽ സൗത്തൻ കണ്ടില്ല. പെട്ടെന്ന് തന്നെ പയ്യൻ ചാടി വീണ് അതെടുത്ത് ചേർത്ത് പിടിക്കും. അത് കാണുന്ന സൗത്തൻ വിചാരിക്കും അവൻ അവൻ്റെ നേതാവിനോട് ഇഷ്ടമായിട്ടാണ് അതങ്ങനെ പിടിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ അത് പിടിച്ചു വാങ്ങിയിട്ട് വിഷറി പോലെ അതങ്ങനെ വീശും. നിന്റെ നേതാവിനോട് എനിക്ക് പുല്ല് വിലയാടാന്നുള്ള ഭാവത്തിലാണ് അതങ്ങനെ വീശുന്നത്. നോർത്തനാണേൽ ആ ഡോക്യുമെന്റിൽ നിന്ന് കണ്ണെടുക്കില്ല. സൗത്തൻ പറയും ആ ഡോക്യുമെന്റ് എവിടെ, അത് കിട്ടിയാൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. അത് കിട്ടിയാൽ നിങ്ങൾ എന്നെ കൊല്ലില്ലേന്ന് പയ്യൻ ചോദിക്കുന്ന നേരം ഇല്ലല്ല ഞാൻ നിന്നെ കൊല്ലൊന്നുമില്ല എന്ന് സൗത്തനും പറയും. എന്നാൽ അവനൊരു സംശയം, ചിലപ്പോൾ എങ്ങാനും കൊന്നാലോ. അതുകൊണ്ട് അവനൊരു ഐഡിയ കണ്ടുപിടിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഈ പീരങ്കിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതിന്റെ ഡോറിനടുത്ത് നിൽക്ക്, ഞാൻ ആ ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരാം. അത് കേൾക്കുന്ന അങ്ങേര് ചോദിക്കും നിനക്കെന്നെ കണ്ടിട്ടൊരു പൊട്ടനെ പോലെ തോന്നുന്നുണ്ടോടാ മണ്ട. സൗത്തന് മനസ്സിലായി കാര്യം നടപടിയാവില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൻ്റെ തലയിൽ ഗണ്ണ് വെച്ചോണ്ട് അവനോട് പീരങ്കി ഓടിക്കാനായി പറയും, അതും സൗത്തിലേക്ക്. അങ്ങനെയാണെങ്കിൽ സൗത്തിലെത്തിയാൽ ആ പീരങ്കി നല്ലപോലെ ചെക്ക് ചെയ്യാലോ, അതിൽ ഡോക്യുമെന്റ് കണ്ടുപിടിക്കാനും പറ്റുമല്ലോ. എന്നാൽ പീരങ്കി കണ്ടുപിടിക്കാനായി തെരഞ്ഞിറങ്ങിയ സൗത്തിലെ ടീം അവർക്കൊരു സംശയം, ആ പീരങ്കി ഷൂട്ട് ചെയ്തിട്ട് ചിലപ്പോൾ അവിടുന്ന് പോയി കാണുമോ. എന്തായാലും അവർക്കറിയാം പീരങ്കി കണ്ടുപിടിക്കാൻ പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പീരങ്കി തിരയുന്ന പോലെ അഭിനയിക്കാൻ തീരുമാനിക്കും. എന്നിട്ട് അവർ ഓരോ കായലിലും അവിടെ ഇവിടേക്ക് വന്നിരുന്ന് കാറ്റെല്ലാം കൊണ്ട് അങ്ങനെ ഇരിക്കും. ഇതേ സമയം ഡോക്യുമെന്റ് കൊടുത്തുവിട്ട ക്യാമ്പിലെ കമാൻഡറുടെ അടുത്തേക്ക് അങ്ങേരുടെ ചീഫ് വന്ന് ചോദിക്കും നിങ്ങൾ പറഞ്ഞയച്ച ടീം എവിടെയെന്ന്. അതിന് അങ്ങേര് പറയും അവരിപ്പോൾ മിസ്സിംഗ് ആണ്, എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത ടീമിനെ പറഞ്ഞയക്കുന്ന ചീഫ് അറിയുന്ന നേരം അങ്ങേര് പറയും അവർ മരിച്ചോന്ന് പോലും എനിക്കറിയില്ല. ഈ ഒരു സമയത്ത് അവരുടെ ബോഡി പോലും കണ്ടെത്താതെ എനിക്ക് അടുത്ത ടീമിനെ പറഞ്ഞയക്കാൻ പറ്റില്ല. അതിന് ചീഫ് പറയും ഇത് യുദ്ധമാണ്, ഇതിൽ സ്നേഹമില്ല വികാരമില്ല ഒന്നുമില്ല, നീ ഇപ്പം ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അതിന് കമാൻഡർ പറയും ഞാൻ വർഷങ്ങളായി കൊറിയയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, എൻ്റെ നിരവധി സൈനികരെ അവർ മരിക്കുമെന്ന് മനസ്സിലായിട്ടും ഞാൻ പോർക്കളത്തിലേക്ക് പറഞ്ഞു വിട്ടു. ചീഫ് ഇടയിൽ കയറി പറയും അപ്പം നിനക്ക് പ്രൊമോഷനൊന്നും വേണ്ടേ. അങ്ങനെ പറയും അങ്ങനെയുള്ള പ്രൊമോഷനൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മുടെ ടീമാണെങ്കിൽ പീരങ്കിയിൽ സൗത്തിലേക്ക് അങ്ങനെ പോവുകയാണല്ലോ. അപ്പോഴാണ് നമ്മുടെ സൗത്തൻ ഒരു സിഗരറ്റ് എടുത്ത് വലിക്കാൻ തുടങ്ങുക. അത് കാണുന്ന നോർത്തൻ പറയും നിങ്ങൾ സിഗരറ്റ് വലിക്കല്ലേ, അത് ശരീരത്തിന് ഹാനികരാണ്. എന്തായാലും യുദ്ധത്തിൻ്റെ അത്ര ഹാനികരമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സൗത്തൻ അത് വലിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നോർത്തൻ പറയാ ഞങ്ങൾ ശരിക്കും യുദ്ധം ചെയ്യുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട്. അതെ സൗത്തൻ നീ ആ ലിവറിൽ ഊഞ്ഞാലാട്ടിയാൽ മതി, എന്നെ ഊഞ്ഞാലാട്ടാൻ വരണ്ട. അന്നേരം നോർത്തൻ പറയും നിങ്ങൾക്ക് ശരിക്കും വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാ, നിങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ നാട് ഒരു സ്വർഗ്ഗത്തുല്യാക്കിയിട്ട് തരും, അവിടെ നിങ്ങൾക്ക് നല്ല സ്ഥലം വീട് അതെല്ലാം ഞങ്ങൾ വെച്ച് തരും. അത് കേൾക്കുന്ന സൗത്തിന് ദേഷ്യം വരും. നിങ്ങളുടെ ഒടുക്കത്തെ യുദ്ധം കാരണം എനിക്കൊരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിന്റെ മുഖം പോലും കാണാൻ പറ്റിയിട്ടില്ല, പിന്നെ യുദ്ധം ചെയ്താണോ നിങ്ങൾ ഞങ്ങളുടെ നാട് സ്വർഗ്ഗാക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതിരുന്നാ പോരെ, എന്തിനാ ഇങ്ങോട്ടിട്ട് താങ്ങാനായി വന്നേ. നീ കൂടുതൽ സംസാരിക്കാതെ സൗത്തിലേക്ക് വണ്ടി ഓടിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തെക്കോട്ട് എടുക്കും. എന്നാൽ അവർ പോകുന്ന വഴിയിൽ ഒരു ചെറിയ ഗ്രാമമുണ്ട്. ആ നാട്ടിലെ ആളുകളെല്ലാവരും ആരും കാണാതെയാണ് അങ്ങനെ ജീവിച്ചു പോരുന്നത്. നമ്മുടെ ടീമിന്റെ പീരങ്കി അങ്ങോട്ട് വരുന്ന കാണുന്ന നേരം അങ്ങനെ ഓടിച്ചെന്ന് എല്ലാവരോടും പറയും നോർത്തിന്റെ പീരങ്കി വരുന്നുണ്ട്, എല്ലാവരും പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോ. അങ്ങനെ പീരങ്കി ആ ഗ്രാമത്തിന്റെ തൊട്ട് മുന്നിൽ എത്തുന്ന നേരം ആദ്യം തന്നെ നോർത്തനാണ് പുറത്തേക്ക് ഇറങ്ങി വരിക. അത് കാണുന്ന നാട്ടുകാർ എല്ലാവരും കൂടെ നോർത്ത് കൊറിയയുടെ ഫ്ലാഗ് എടുത്ത് വീശും. എന്നാൽ തൊട്ടു പിന്നാലെയാണ് സൗത്തിന് എഴുന്നേറ്റ് വന്ന് ഗണ്ണെടുത്ത് നോർത്തന്റെ തലയിൽ വെക്കുക. നാട്ടുകാർക്ക് മനസ്സിലായി നോർത്തൻ ഇപ്പൊ സൗത്തന്റെ കൺട്രോളിലാണെന്ന്. അവരതുവരെ നോർത്തിനെ കുറിച്ച് പാട്ടെല്ലാം പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് അങ്ങോട്ട് ഒരു ചേച്ചി ഓടി വന്ന് സൗത്ത് കൊറിയയുടെ ഫ്ലാഗ് വീശുന്നത്. ഇത് സിയൂളിന്റെ തെരുവാണ്, ഇത് സ്വർഗ്ഗതുല്യാണെന്നൊക്കെ പറഞ്ഞാണ് ഫ്ലാഗ് വീശുക. സത്യം പറഞ്ഞാൽ നാട്ടുകാരുടെ കയ്യിൽ നോർത്ത് കൊറിയയുടെയും സൗത്ത് കൊറിയയുടെയും ഫ്ലാഗ് ഉണ്ട്. ആരാണോ ഈ നാട്ടിലേക്ക് വരുന്നത് അവർക്ക് അവരുടെ കൊടി കാണിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് വിടുക, അതാണ് അവരുടെ പരിപാടി. അപ്പോഴാണ് കൊടി വീശിക്കൊണ്ടിരുന്ന സൗത്ത് കൊറിയയുടെ കൊടി വീശിക്കൊണ്ടിരുന്ന ചേച്ചിയുടെ ഭർത്താവ് അങ്ങോട്ട് വരുന്നത്. ആളൊരു വാട്ടർമാനാ, നല്ല വെള്ളത്തിലുണ്ടാവുക. അങ്ങേര് വിളിച്ചു പറയും അല്ല മനുഷ്യന്മാരെ നിങ്ങൾ രണ്ടുപേരാ പീരങ്കിയിൽ എന്ത് കാണിക്കും
കാണിക്കുക, നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നാലും ഞാൻ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് കുറച്ച് മദ്യം തരാം. പിന്നെ കാണുന്നത് നോർത്തനെ അവിടെ കെട്ടിവെച്ച് സൗത്തന് നാട്ടുകാരെല്ലാവരും കൂടെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതാണ്. അങ്ങേരെ സൽക്കരിക്കുകയാണ്. ആ അമ്മച്ചി ചോദിക്കും, നിങ്ങൾക്ക് എത്ര വയസ്സായി സോൾജിയർ? എനിക്ക് 48 വയസ്സായെന്ന് പറയും നേരം അമ്മച്ചി പറയും, 48 വയസ്സുള്ള നിങ്ങൾ വെറും കൈ കൊണ്ട് ഈ ഒരു വലിയ പീരങ്കിയെ നിങ്ങളുടെ കയ്യിലാക്കി മാറ്റിയോ? എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. എന്നാൽ ആ അമ്മച്ചിയുടെ ഭർത്താവിന് അത് അത്രക്കങ്ങ് രസിക്കുന്നില്ല. അങ്ങേര് പറയും, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പറക്കുന്നൊരു വിമാനത്തെ തോട്ടി വെച്ച് പിടിച്ചിട്ടുണ്ട്. അതിനമ്മച്ചി, ഞാൻ നിങ്ങളുടെ തൊട്ടിക്കേസ് കേൾക്കാനല്ല ഇവിടെ ഇരിക്കുന്നത്, ഞാൻ എൻ്റെ സോൾജിയറോട് 2 വാക്ക് ചോദിക്കട്ടെ, നിങ്ങളൊന്ന് വായ പൊട്ട്. എന്നാൽ അങ്ങേർക്ക് അത് അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. സൗത്തൻ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണമെല്ലാം താഴേക്ക് എടുത്തെറിഞ്ഞോട് പറയും, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ നാട്ടുകാരുടെ മുന്നിൽ നിന്ന് എന്നോട് ഫൈറ്റിന് പാടി, നിങ്ങളോടൊക്കെ ഫൈറ്റിന് ഒരു പട്ടി പോലും വരില്ല എന്ന് പറയുമ്പോൾ അങ്ങേര് ആ ടേബിള് തന്നെ എടുത്ത് എറിയും. എന്നാൽ അതിന്റെ എല്ലാം ചില്ല് പൊട്ടും നേരം അതിന്റെ ഒരു ചില്ല് നോർത്തന്റെ കാലിനടുത്താണ് ചെന്ന് വീഴുക. അവൻ ആ ചില്ല് മെല്ലെ കാലുകൊണ്ട് വലിച്ചവന്റെ അടുത്തേക്ക് എത്തിക്കും. ഇവിടെ കെട്ടിയോനും കെട്ടിയോളും കൂടെ ആകെ കൂടെ ബഹളാവുന്ന നേരം അങ്ങേര് പെട്ടെന്ന് തന്നെ ഗണ്ണ് മേലേക്ക് പൊട്ടിക്കും. എന്നാൽ ആ ശബ്ദത്തിന്റെ കൂടെ തന്നെ ഒരു സ്ത്രീ കരയുന്ന ശബ്ദം കൂടെ കേൾക്കും. അമ്മച്ചി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓടിച്ചെല്ലും. സൗത്തന് കാര്യം എന്താന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് ഒരു അപ്പാപ്പൻ എഴുന്നേറ്റ് വന്ന് പറയാ, അതെന്റെ മരുമകൾ പ്രസവിക്കാനായിട്ട് കിടക്കാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ, നിങ്ങൾ ഒന്ന് ക്ഷമിച്ചിരി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞേരം അമ്മച്ചി പുറത്തേക്ക് ഇറങ്ങി വന്ന് പറയും, ജനിച്ചിരിക്കുന്ന ഒരു ആൺകുട്ടിയാണ്. എല്ലാവർക്കും സന്തോഷമായോ? അത് കേട്ട് എല്ലാവർക്കും നല്ല സന്തോഷമായി. പക്ഷേ നമ്മുടെ സൗത്തന് മാത്രം അത്രക്കങ്ങ് സന്തോഷമായില്ല. കാരണം അവനൊരു കുഞ്ഞ് ജനിച്ചിട്ട് ഇതുവരെ ആ കുഞ്ഞിന്റെ മുഖം കാണാനായി പറ്റിയിട്ടില്ല. അങ്ങനെ ആ നാട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണവും ശേഖരിച്ചുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ടാങ്കിൽ വീണ്ടും യാത്രയായി. അങ്ങനെ രാത്രിയാകുമ്പോൾ അവർ ചെന്ന് എത്തിപ്പെടുന്നത് ആ പൊട്ടിപ്പൊളിഞ്ഞ വീടിനടുത്താണ്. ആ വീടിനടുത്ത് തന്നെയായിരുന്നു നോർത്തനും നേരത്തെ തമ്പടിച്ചിരുന്നത്. എന്തായാലും നോർത്തൻ അവിടെ കെട്ടിയിട്ടോണ്ട് ചോദിക്കും, നീ ആ ഡോക്യുമെന്റ് എവിടെയാന്ന് പറ, അത് കിട്ടിയാൽ ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കോളാം. എന്നാൽ അവനൊരു അക്ഷരം പോലും മിണ്ടാത്ത കാണുന്നേരം അവന് കുറച്ച് ഭക്ഷണം കഴിക്കാനായി കൊടുത്തോണ്ട് സൗത്തൻ പറയും, ഇത് നിന്റെ വലിയേട്ടൻ കഴിക്കാൻ തരുന്ന ഭക്ഷണാടാ, നീ ഒന്ന് കഴിക്കി. നോർത്തൻ പറയും, നിങ്ങൾ എൻ്റെ വലിയേട്ടനല്ല, വലിയ അട്ടയാ, അതുപോലെയാ നിങ്ങളിപ്പോൾ എൻ്റെ മേലെ പറ്റിയിരിക്കുന്നത്. നിങ്ങളെയൊക്കെ യുദ്ധം കാരണം എനിക്ക് എൻ്റെ 2 ചേട്ടന്മാരെയാ നഷ്ടപ്പെട്ടത്. അതിന് അങ്ങേര് പറയും, യുദ്ധത്തിൽ സ്വന്തവും ബന്ധുവായിട്ട് 2 പേരെയെങ്കിലും നഷ്ടപ്പെടാത്ത ആരാണ് ഈ നാട്ടിലുള്ളത്? അവൻ വീണ്ടും പറയും, എൻ്റെ 3ാമത്തെയും 4ാമത്തെയും ചേട്ടനെയും എനിക്ക് നഷ്ടപ്പെട്ടു. സൗത്തൻ പറയും, ചിലപ്പോൾ 3ഓ 4ഓ പേരെയോ നഷ്ടപ്പെട്ടെന്ന് വരാം. എന്നാൽ നോർത്തൻ വിടില്ല. അവൻ വീണ്ടും പറയും, എൻ്റെ 5ാമത്തെയും 6ാമത്തെയും ചേട്ടൻ എവിടെയാന്ന് പോലും എനിക്കറിയില്ല. ഇത് നടപടിയാവില്ല എന്ന് മനസ്സിലാവുന്ന നേരം സൗത്തൻ അവിടെ ചാരിയിരിക്കും. എൻ്റെ പൊന്നുമോനെ, നീ അതെവിടെയാന്ന് പറഞ്ഞാൽ ഞാൻ അതും എടുത്ത് പോയിക്കോളാം. ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാനേ നിൽക്കില്ല. അല്ലെങ്കിൽ നീ ഒന്ന് കീഴടങ്ങ്, നിനക്ക് ക്യാമ്പിൽ താമസിക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം. യുദ്ധം കഴിഞ്ഞിട്ട് നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യാം. എന്നാൽ നേരത്തെ നോർത്തൻ കയ്യിലൊരു ചില്ലെടുത്ത് വെച്ചിരുന്നല്ലോ, അതെടുത്ത് മെല്ലെ അവൻ്റെ കയ്യിലെ കെട്ടവൻ മുറിച്ചെടുക്കും. പെട്ടെന്ന് തന്നെ സൗത്തൻ അടിക്കാനായി ഓടി വരുന്ന നേരം സൗത്തൻ നോർത്തനെ താഴെയിടും. എന്നാൽ സൗത്തൻ്റെ കയ്യിലുണ്ടായിരുന്ന നോർത്തൻ്റെ കണ്ണ് അവൻ തിരിച്ചെടുത്തു. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടുന്ന് കിട്ടിയൊരു പുതപ്പെടുത്ത് അവൻ്റെ തലയിലേക്ക് ഇട്ടുകൊടുത്ത് അവനെ കറക്കി താഴേക്കിടും. എന്നാൽ അവിടുന്ന് കിട്ടിയ കല്ലും എല്ലായിടത്തും അവൻ എറിയും, സൗത്തൻ്റെ മേലേക്ക് എറിയും. അതിൻ്റെ കൂടെ തന്നെ അവൻ ഗണ്ണുകൂടെ എടുത്തെറിയും. എന്താണെന്നറിയില്ല, ആ ഗണ്ണ് അവൻ്റെ കയ്യിൽ ഒരിക്കലും നിൽക്കില്ല, അതെങ്ങനെയൊക്കെ താഴേക്ക് പോകും. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ എഴുന്നേറ്റ് സൗത്തൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ഇടിച്ചോണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന റൂമിലേക്ക് ചാടി വീഴും. എന്നാൽ ആ റൂമിലാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന തേനീച്ചക്കൂട് ഉണ്ടായിരുന്നത്. അവർ 2 പേരും കൂടെ അവിടെ നിന്ന് അടിയുണ്ടാക്കുന്നത് കാണുന്ന നേരം ബോറടിച്ചിരുന്ന തേനീച്ച അവർക്കിട്ട് 2 കുത്താവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പടയായിട്ട് വരും. അത് കാണുന്ന അവർ 2 പേരും കൂടെ ടാങ്കിലേക്ക് ഓടിച്ചെന്ന് ചാടി കയറെങ്കിലും അവർക്ക് ഇഷ്ടം പോലെ കുത്തെല്ലാം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ 2 പേരുടെ കയ്യിലും ഗണ്ണുള്ളത് കൊണ്ട് തന്നെ അവർ 2 പേരും പരസ്പരം എയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ ഷൂട്ട് ചെയ്താൽ അത് തെറ്റിയാൽ അടുത്ത ആൾ ഷൂട്ട് ചെയ്യും, അത് ഉറപ്പാണ്. പക്ഷേ തേനീച്ച കുത്തിയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് 2 പേരുടെയും മുഖം വീർത്ത് വരും. 2 പേർക്കും കണ്ണിപ്പം നല്ലപോലെ കാണുന്നേ ഇല്ല. അന്നേരം സൗത്തൻ താഴെ ഉണ്ടായിരുന്ന ഒരു കുഴമ്പ് പാത്രം എടുത്ത് അതിൽ നിന്ന് കുഴമ്പെടുത്ത് മുഖത്ത് തേക്കും. അത് കാണുന്ന നോർത്തൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കുഴമ്പ് കൂടെ എടുത്ത് തേക്കുമ്പോഴാണ് മനസ്സിലാവുക അത് കുരുമുളകിന്റെ കുഴമ്പാണ്. അവൻ ആകെ കൂടി എരിഞ്ഞ ശബ്ദം ഉണ്ടാക്കുന്ന നേരം സൗത്തൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കുഴമ്പ് അവന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും. ഇനിയേലും നീ ഈ വലിയേട്ടനെ വിശ്വസിച്ച് ആ ഡോക്യുമെന്റ് എടുത്ത് തായോ എന്ന് പറയുന്ന നേരം അവൻ പറയും, ഇനി മേലാ നിങ്ങൾ വലിയേട്ടനെന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട. നിങ്ങൾ ഈ സ്നേഹം കാണിച്ചാലൊന്നും ഞാൻ ആ ഡോക്യുമെന്റ് എവിടെയാണെന്ന് പറയാൻ പോകുന്നില്ല. അങ്ങനെ അവർ 2 പേരും കൂടെ പരസ്പരം ഗണ്ണ് വെച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഉറങ്ങിപ്പോകും. പിറ്റേന്ന് രാവിലെ സൗത്തൻ ചെറുതായി ഒന്ന് ചെരിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വിച്ച് നെങ്ങിയിട്ട് പീരങ്കിയുടെ ഏതോ ഒരു ഭാഗം താഴേക്ക് വരും. ആ ഭാഗത്താണ് അങ്ങേരുടെ ഗണ്ണ് ലോക്കായി. ഇപ്പൊ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. അത് കാണുന്ന നോർത്തൻ ചെറുതായിട്ടൊന്ന് പേടിച്ച് പിന്നിലേക്ക് പോകുന്നേരം മറ്റൊരു സ്വിച്ച് കൂടെ ഓണാകും. അന്നേരം പീരങ്കിയുടെ ഗണ്ണ് മെല്ലെ തിരിഞ്ഞു വരും. സൗത്തന്റെ ഗണ്ണ് അവിടെ കുടുങ്ങിയിരിക്കുകയായതുകൊണ്ട് തന്നെ അവനും ആ ഗണ്ണിന്റെ കൂടെ തന്നെ തിരിഞ്ഞ് നോർത്തന്റെ അടുത്തെത്തും. എന്നാൽ നോർത്തന്റെ കയ്യിൽ അവന്റെ ഗണ്ണുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ സൗത്തന്റെ തലയിലേക്ക് ഗണ്ണ് വെക്കും. ചുരുക്കി പറഞ്ഞ ഇപ്പൊ ടാങ്കിന്റെ കൺട്രോൾ മുഴുവനും നോർത്തന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചെത്തി.
തലേന്ന് അവർ കൊണ്ടുവന്നിരുന്ന ഭക്ഷണം എന്തേലുമൊക്കെ ബാക്കിയുണ്ടോയെന്ന് അവൻ ചെക്ക് ചെയ്ത് നോക്കുന്ന നേരം ഒരു ഭക്ഷണം പോലും അവിടെ ഇല്ല. എല്ലാം നമ്മുടെ സൗത്തുകാരൻ അകത്താക്കി. നിങ്ങൾക്ക് എന്തേലുമൊക്കെ ബാക്കി വെച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന നേരം അങ്ങേര് നേരത്തെ കയ്യിൽ വെച്ചിരുന്നൊരു കോണ്ട ഇല്ലായിരുന്നോ, അതെടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്ത് പറയും, ഇത് മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പയ്യൻ അങ്ങേരുടെ തലക്കിട്ട് ഒരു പാത്രം എറിഞ്ഞുകൊണ്ട് സൗത്തനോട് പീരങ്കി നോർത്തിലേക്ക് ഓടിക്കാനായി പറയും. സൗത്തന് വേറെ വഴിയൊന്നുമില്ലല്ലോ. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ സൗത്തന് പീരങ്കി ഓടിക്കാനായി അറിയില്ല. ഇതെന്താടോ കാണിക്കേണ്ടേ ചോദിക്കുന്ന നേരം പയ്യൻ പറയും, എന്ത് എടാ പോടാന്നുള്ള വിളിയൊക്കെ നിന്റെ സൗത്തുകാരോട്. ഇപ്പോഴെന്നെ നീ സാറെന്ന് വിളിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ ഗണ്ണിൻ്റെ ബുള്ളറ്റ് നിന്റെ തലയിൽ കയറും. എന്താ തലക്കൊരു ഹോള് വേണോന്ന് ചോദിക്കുമ്പോൾ സൗത്തൻ ദേഷ്യത്തിൽ തിരിയുമ്പോൾ അവൻ ഗണ്ണും പിടിച്ച് നിൽക്കുന്നതാണ് കാണുക. അന്നേരം അങ്ങേര് പറയും, അല്ല ഈ ലിവറല്ലേ പിടിച്ച് വലിക്കേണ്ടത്, ഇതുപോലെ വലിച്ചാലല്ലേ മുന്നിലേക്ക് പോവുക. സൗത്തിന് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ പറയുന്ന പോലെ കേട്ട് പീരങ്കി ഓടിക്കും. എന്നാൽ അവൻ ശരിക്കും സൗത്തിലേക്ക് തന്നെയാണ് ഓടിക്കുന്നത്. അത് മനസ്സിലാവുന്ന നോർത്തൻ നോർത്തിലേക്ക് ഓടിക്കടാന്ന് പറയുന്ന നേരം ഗണ്ണ് മാത്രം തിരിച്ചു വെച്ച് വീണ്ടും സൗത്തിലേക്ക് തന്നെ ഓടിക്കും. അത് മനസ്സിലാവുന്ന നോർത്തൻ താഴേക്ക് 2 ബുള്ളറ്റ് ഷോട്ട് ചെയ്യുന്ന നേരം പിന്നെ അങ്ങേര് നോർത്തിലേക്ക് തന്നെയാണ് ഓടിക്കുക. ഇതേ സമയം ഡോക്യുമെന്റ് അയച്ച കമാൻഡർ സൗത്തന്റെ കൂടെ അയച്ചിരുന്ന ആ ടീമിലായിരുന്നു നോർത്തുകാരുടെ ഷോട്ടെല്ലാം കൊണ്ട് സ്ഥാനത്തുണ്ടായിരുന്ന ടീം. അവരെ എല്ലാവരെയും അങ്ങേര് കണ്ടുപിടിച്ചു. പലരും മരിച്ചിട്ടുണ്ട്, എന്നാൽ പലർക്കും കുറച്ച് ജീവനുണ്ട്. അതെല്ലാം കണ്ട അങ്ങേർക്ക് വിഷമം സഹിക്കാനേ പറ്റില്ല. ഇവിടെ സൗത്തൻ പയ്യനോട് പറയും, ദേ എനിക്ക് ഇത്ര പോകുന്നൊരു കുഞ്ഞുണ്ട്. എനിക്ക് ഇത്ര കാലമായിട്ടും മുഖമൊന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല. എനിക്ക് ശരിക്കും ബാച്ചിലറായി മരിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അവൾ എന്നെ ആവശ്യത്തിലധികം സ്നേഹിച്ചു. എന്നെ സ്നേഹിച്ച് കൊന്നു. അതുകൊണ്ട് എനിക്ക് അവളെ വിധവയാക്കാൻ പറ്റില്ല. എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും നോർത്തന് യാതൊരു മാറ്റമില്ല. ചിലപ്പോൾ സൗത്തൻ എന്തെങ്കിലും കള്ളം പറയുകയാണെങ്കിലോ എന്ന് വിചാരിച്ചാണ്. അവന് ജീവനിൽ നല്ല ഭയമുണ്ട്. എനിക്കൊന്നും അറിയണ്ട, നിങ്ങളിപ്പോൾ ടാങ്ക് ഓടിച്ചാൽ മാത്രം മതിയെന്ന് അവൻ പറയും. അങ്ങനെ അവർ കുറച്ച് മുന്നിലേക്ക് പോകുന്ന നേരം സൗത്തൻ വേഗത്തിൽ ടാങ്ക് ഓടിക്കാൻ തുടങ്ങും. ആ വേഗത കാണുന്ന നേരം നോർത്തൻ പറയും, നിങ്ങളെന്തിനാ ഇത്ര വേഗത്തിൽ ഓടിക്കുന്നത്, കുറച്ച് വേഗത ഉറക്കി. എന്നാൽ അവൻ സംസാരിക്കുന്ന ഒരു അക്ഷരം പോലും സൗത്തൻ കേൾക്കുന്നില്ല. അങ്ങേര് ഗിയറും ചേഞ്ച് ചെയ്ത് വേഗത കുറച്ചുകൂടെ കൂട്ടും. അത് കാണുന്ന അവൻ വീണ്ടും ബ്രേക്ക് ചെയ്യാനായി പറയുന്ന നേരം പെട്ടെന്നാണ് ബ്രേക്ക് ചെയ്യുക. രണ്ടുപേരും തെറിച്ച് താഴേക്ക് വീഴുന്ന നേരം പിന്നെ അവിടെ കിടന്ന അടിയായി. രണ്ടുപേരും ഗണ്ണ് തെരഞ്ഞു നോക്കുന്ന നേരം നോർത്തന്റെ ഗണ്ണ് സൗത്തനാണ് കിട്ടുക, സൗത്തന്റെ ഗണ്ണ് നോർത്തനുമാണ് കിട്ടുക. രണ്ടുപേരും ഗണ്ണ് എയിം ചെയ്യെങ്കിലും ഇത്തവണ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യും. നോർത്തന്റെ ഷോട്ട് സൗത്തന്റെ തോളിലാണ് കൊള്ളുക, സൗത്തന്റെ ഷോട്ട് നോർത്തന്റെ തുടയിലുമാണ് കൊള്ളുക. രണ്ടുപേരും ഇപ്പം നല്ല പോലെ പരിക്ക് പറ്റിയിരിക്കുക. പരസ്പരം ബുള്ളറ്റ് കയറിയിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ പയ്യൻ പറയും, എനിക്ക് ചെറുതായിട്ട് തണുക്കുന്നുണ്ടെന്ന്. അത് കേൾക്കുന്ന സൗത്തൻ പറയും, യുദ്ധമുഖത്ത് ഒരാൾക്ക് തണുക്കുന്നുണ്ടെങ്കിൽ അവർ മരിക്കാൻ പോവുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമുക്കിപ്പോൾ നമ്മുടെ യുദ്ധം മാറ്റിവെക്കാം. ഞാൻ പറയുന്ന പോലെയാണേൽ നീ ആ ഡോക്യുമെന്റ് എനിക്കിതാ, ഞാൻ എൻ്റെ വഴിക്ക് പോകാം. നീ ടാങ്കും കൊണ്ട് നീ നിന്റെ വഴിക്ക് പോയിക്കോ. എന്നാൽ പയ്യൻ അപ്പോഴും അത് സമ്മതിക്കില്ല. യുദ്ധം നിർത്തിവെക്കാമെന്ന് പറഞ്ഞത് മാത്രം സമ്മതിക്കും, ബാക്കിയൊന്നും സമ്മതിക്കില്ല. അങ്ങനെ രണ്ടുപേരും കൂടി ഗണ്ണിലെ ബുള്ളറ്റ് ഒരുമിച്ച് ഒഴിവാക്കി ടാങ്കിലുണ്ടായിരുന്ന പാമ്പു കള്ളും കുടിച്ച് അത് മുറിവിലൊഴിച്ച് കെട്ടിപ്പിടിച്ച് പരസ്പരം മുറിവിലുണ്ടായിരുന്ന ബുള്ളറ്റുകൾ പരസ്പരം രണ്ടുപേരും പുറത്തെടുക്കും. കുറച്ച് കഴിയുന്ന നേരം കള്ള് തലക്ക് പിടിച്ച് രണ്ടുപേർക്കും ബോധം ഉണ്ടാവില്ല. അന്നേരം സൗത്തൻ നോർത്തനോട് ചോദിക്കും, നീ ഒരു പെണ്ണിന്റെ കൂടെ കിടന്നിട്ടുണ്ടോ? അത് കേൾക്കുന്ന നേരം അവൻ ചിരിക്കും. പോട്ടെ, നീ ഒരു പെണ്ണിന് ഉമ്മയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അത് കേൾക്കുന്ന നേരവും അവൻ ചിരിയോട് ചിരിയാണ്. നോർത്തൻ ചിരിയാണ്. വെള്ളടിച്ച് അതിന്റെ ലെക്ക് കെട്ടാണ് അവരിങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിലും നീ ഒരു പെണ്ണിന്റെ കൈയെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന നേരം നോർത്തന് അവന്റെ കാമുകിയെക്കുറിച്ചാണ് മനസ്സിലേക്ക് എത്തുക. എന്നാൽ അതിനെക്കുറിച്ച് അവനൊന്നും പറയില്ല. എന്നാൽ കുറച്ച് കഴിയുന്ന നേരം അവർക്ക് രണ്ടുപേർക്കും വിശക്കാൻ തുടങ്ങും. ടാങ്കിലുണ്ടായിരുന്ന ഭക്ഷണം മുഴുവനും സൗത്തുകാരൻ കഴിച്ചുകൊണ്ട് അവർക്കൊന്നും ടാങ്കിൽ നിന്ന് എടുക്കാനില്ല. അങ്ങനെ രണ്ടാളും കൂടെ യൂണിഫോമും അഴിച്ചു വെച്ച് അവിടെ ഉണ്ടായിരുന്ന തോട്ടിൽ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങും. എന്നാൽ രണ്ടുപേർക്കും മീൻ കിട്ടുന്നേയില്ല. ഈ കിളവന് മീനും പിടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോർത്തൻ അവിടുന്ന് പിടങ്ങിയിട്ട് പോകും. എന്നാൽ സൗത്തൻ വീണ്ടും മീൻ പിടിക്കാനെല്ലാം നോക്കും. അതൊക്കെ ഒരു പ്രത്യേകതരം പിടുത്താണ്. എന്നാൽ മീനെ കിട്ടില്ല. അപ്പോഴാണ് നോർത്തൻ ഒരു ബോംബും എടുത്ത് പൊക്കിക്കൊണ്ട് സൗത്ത് കൊറിയയിലെ മീനുകളെല്ലാം ചത്തുപോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ തോട്ടിലേക്ക് ഇടുക. അതൊരൊറ്റ പൊട്ടിത്തെറിയാണ്. എന്നാൽ അവർക്കൊന്നും പറ്റിയില്ല. പക്ഷെ മീനുകളെയൊക്കെ അവർക്ക് കിട്ടി. അങ്ങനെ പാട്ടും പാടി ഒരു കുറ്റിക്കാടിനടുത്ത് ചെന്ന് രണ്ടുപേരും കൂടെ മീനും ചുട്ട് കഴിച്ച് അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങും. പിറ്റേന്ന് രാവിലെ എന്തോ ഒരു ശബ്ദം കേട്ട് സൗത്തനാണ് ആദ്യം എഴുന്നേൽക്കുക. നോക്കുന്നേരം പുല്ലെല്ലാം വകച്ചു മാറ്റിക്കൊണ്ട് അങ്ങോട്ട് ആരോ വരുന്നുണ്ട്. പെട്ടെന്ന് നോർത്തന്റെ വായിൽ കൈ വെച്ചോണ്ട് ആരോ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയേ പറ്റൂന്ന് പറഞ്ഞ് അവനെ കൊണ്ട് പോകാൻ നിൽക്കുന്ന നേരം അപ്പോഴാണ് ഒരു നോർത്തുകാരൻ അകത്തേക്ക് ഗണ്ണുമായിട്ട് കയറി വരിക. രണ്ടുപേരും ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും അത് നോർത്തുകാരാണെന്ന് മനസ്സിലാവുന്ന നേരം നോർത്തൻ കയറി ഇടപെടും. നമ്മൾ ബ്രദേഴ്സാണ്, ആള് മാറിപ്പോയൊന്ന് ഷൂട്ട് ചെയ്യല്ലേ. എന്നാൽ അങ്ങേര് വിചാരിക്കുക നമ്മുടെ സൗത്തനും ഒരു നോർത്തുകാരനാണെന്നാണ്. അങ്ങേർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തോണ്ട് യൂണിഫോം
യൂണിഫോം ഇടാതെ നിൽക്കുന്നത് കാണുന്ന നേരം നിങ്ങളെന്താ യൂണിഫോം ഇടാത്തെന്ന് പറഞ്ഞ് ആ യൂണിഫോമിലേക്ക് തൊടുന്ന നേരം സൗത്തൻ പിടിച്ചു വെക്കും. കാരണം ആ നോർത്തിൻ്റെ യൂണിഫോമിൻ്റെ അടിയിൽ സൗത്തൻ്റെ യൂണിഫോമാണ്. അങ്ങേര് ചോദിക്കും, ഇതെന്താ പീരങ്കിയുടെ ഗണ്ണെല്ലാം വളഞ്ഞിരിക്കുന്നത്? അതൊക്കെ പോട്ടെ, എല്ലാവരും അകത്തേക്ക് വാന്ന് പറയുന്ന നേരം അവിടുന്ന് ഇവിടുന്ന് എല്ലാം അങ്ങേരുടെ കൂടെ ഉണ്ടായിരുന്ന സൈന്യത്തിലുള്ള ആളുകൾ എല്ലാവരും കൂടെ എത്തും. അങ്ങേര് സൗത്തനോട് പറയും, നിങ്ങൾ യുദ്ധത്തിലെ പുതിയ ഓർഡർ കേട്ടില്ലേ? യുദ്ധം നിർത്തിവെച്ച് എല്ലാവരോടും തിരിച്ചു വരാനായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞ് അങ്ങേര് ടീമിനെ ആയിട്ട് നേരെ പീരങ്കിയുടെ മേലായി കയറിയിരിക്കും. പീരങ്കി ഓടിക്കാനായി സൗത്തനും നോർത്തനും കൂടെ അകത്ത് കയറിയിരിക്കും. എന്നാൽ നോർത്തൻ അകത്തിന്ന് പീരങ്കിയുടെ ഗണ്ണ് തിരിക്കാൻ തുടങ്ങും. അതോടുകൂടെ മേലെ ഉണ്ടായിരുന്ന എല്ലാവരും താഴേക്ക് വീഴും. ലീഡറാണേല് ആ ഗണ്ണിൽ പിടിച്ച് തൂങ്ങിയിരിക്കുക. അവസാനം രണ്ടാട്ടലും കൂടെ കൊടുക്കുന്ന നേരം അങ്ങേരും തെറിച്ച് വീഴും. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ പീരങ്കി ഓടിച്ചു പോകുന്ന നേരം അങ്ങേര് തൊട്ടു പിന്നാലെ ഓടി വരും. ടീമിനെ ആയിട്ട് ഗണ്ണും കൊണ്ട് ഓടി വരും. ഇതേ സമയം ടാങ്ക് തെരഞ്ഞിറങ്ങിയിരുന്ന സൗത്ത് ടീം ദൂരേന്ന് നോക്കുന്ന നേരം ആ ടാങ്ക് അങ്ങോട്ട് വരുന്നതാണ് കാണുക. എന്നാൽ അതിന്റെ തൊട്ടു പിന്നാലെ ഒരു നോർത്ത് പടയും കൂടെ വരുന്ന കാണുന്ന നേരം അവർ പേടിച്ച് അവിടെ നിന്ന് ഓടും. എന്നാൽ നോർത്ത് പടയാണെങ്കിൽ പീരങ്കിയുടെ തൊട്ടു പിന്നാലെ ഓടി ആകെ കൂടെ ക്ഷീണിക്കുന്ന നേരം അവർ നോക്കുന്ന നേരം കാണുന്നത് സൗത്ത് ടീമിനെയാണ്. പിന്നെ അവർ ഗണ്ണും എടുത്ത് നേരെ സൗത്ത് ടീമിന്റെ പിന്നാലെ ഓടും. പീരങ്കിയിലാണ് സൗത്തൻ ചോദിക്കും, ഇനിയെങ്കിലും ആ ഡോക്യുമെന്റ് ഒന്ന് തന്നൂടെ? എന്നാൽ അവൻ അതിനൊരക്ഷരം പോലും മിണ്ടില്ല. എന്നാൽ പെട്ടെന്നാണ് പീരങ്കിയുടെ തൊട്ടു മുന്നിലേക്ക് ഒരു ബോംബ് വീഴുന്നത്. സൗത്ത് കൊറിയയെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ വിമാനങ്ങളാണ് ഇമാതിരി പണിയെടുക്കുന്നത്. അവർ പെട്ടെന്ന് തന്നെ ടാങ്ക് മുന്നിലേക്ക് ഓടിക്കും. എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റൂ. സൗത്തൻ പെട്ടെന്ന് തന്നെ ടാങ്കിന്റെ മേലെ കയറി വന്ന് സൗത്ത് കൊറിയയുടെ ഫ്ലാഗ് വീശി കാണിക്കും. എന്നാൽ വിമാനത്തിലുള്ളവൻ അത് കാണുന്ന പോലുമില്ല. അങ്ങേര് വീണ്ടും ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. എന്നാൽ അത് കൊള്ളണ്ടാന്ന് വെച്ച് അങ്ങേര് പെട്ടെന്ന് തന്നെ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് എടുത്തു ചാടും. എന്നാൽ ഇപ്പോഴാണ് നോർത്തൻ ഷൂട്ട് ചെയ്യുന്ന വിമാനം ഏതാന്ന് കാണുന്നത്. അവൻ നേരത്തെ കണ്ടിരുന്ന ആ സ്രാവിന്റെ വിമാനമില്ലായിരുന്നോ, സ്രാവിന്റെ മുഖമുള്ള അതേ വിമാനം തന്നെയാണിത്. അവനൊരു മെഷീൻ ഗണ്ണിസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗണ്ണെടുത്ത് വിമാനത്തിന് നേരെ പടാന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. എന്നാൽ ആ ഷോട്ടുകളെല്ലാം വിമാനത്തിന്റെ ചിറക് നോക്കിയിട്ടാണ് അവൻ ഷൂട്ട് ചെയ്യുക. അങ്ങനെ ചിറകിനാകെ കൂടെ പണി കിട്ടുന്ന വിമാനം പറന്ന് കറങ്ങിത്തിരിഞ്ഞ് ടാങ്കിന്റെ തൊട്ടു മുന്നിലാണ് ചെന്ന് ലാൻഡ് ആവുക. നമ്മുടെ ആൾ പെട്ടെന്ന് തന്നെ പീരങ്കി എടുത്ത് വിമാനത്തിനടുത്തേക്ക് കുതിക്കും. എന്നാൽ വിമാനത്തിലുള്ളവൻ വിമാനം താഴെ കൂടെ തറയിലൂടെ ഓടിക്കാൻ തുടങ്ങും. കുറച്ച് മുന്നിലെത്തുന്ന നേരം മെല്ലെ മേലേക്ക് വിമാനം പറന്ന് പൊങ്ങുന്നുണ്ടെങ്കിലും പീരങ്കിയുടെ ഗണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലച്ച് വിമാനത്തിന്റെ വാലും കൂടെ കംപ്ലൈന്റ് ആക്കും. അതോടുകൂടെ വിമാനം തറയിൽ കൂടെ മാത്രമേ പോകുന്നുള്ളൂ. എന്നാൽ അവര് പോകുന്ന വഴിയിൽ കുറച്ചുകൂടെ മുന്നിലേക്ക് പോയാൽ ഒരു തകർന്നിരിക്കുന്ന പാലുണ്ട്. അതിന്റെ താഴേക്ക് വീണാൽ പിന്നെ പൊടി പോലും കിട്ടില്ല. അതാണെങ്കിൽ നമ്മുടെ സൗത്തുകാരന് മാത്രമാണ് അറിയാം. അങ്ങേര് പീരങ്കിയുടെ തൊട്ടു പിന്നാലെ ഒരു കാളവണ്ടിയിൽ വേഗത്തിൽ വരും. പീരങ്കിയുടെ തൊട്ടടുത്തെത്തുന്ന നേരം അതിന് മേലേക്ക് ചാടി കയറെങ്കിലും അതിൽ മരം കെട്ടി വെച്ചിരുന്ന ഒരു ബെൽറ്റിലാണ് പിടുത്തം കൊള്ളുക. അതുകൊണ്ട് തന്നെ അതും തുറന്നുകൊണ്ട് അങ്ങേര് താഴേക്ക് വീണു. എന്നാൽ ആ മരം കറങ്ങിത്തിരിഞ്ഞ് അങ്ങേരുടെ തല കടിക്കാനായി എത്തെങ്കിലും പീരങ്കിയുടെ കൂടെ തന്നെ കെട്ടിവെച്ചതുകൊണ്ട് അത് അങ്ങോട്ട് തന്നെ പോകും. മുന്നിൽ നോർത്തൻ പാലത്തിനടുത്തെത്തുമ്പോഴാണ് പാലം തകർന്നിരിക്കുകയെന്ന് മനസ്സിലാവുക. എന്നാൽ പാലത്തിൽ നിന്ന് താഴേക്ക് വിമാനം ഒരൊറ്റ പോക്കാണ്. വേഗത്തിൽ പീരങ്കി ബ്രേക്ക് ചെയ്യെങ്കിലും അത് ആ പാലത്തിന്റെ തുമ്പത്ത് പോയിട്ടാണ് നിൽക്കുക. എന്നാൽ പെട്ടെന്നാണ് താഴേക്ക് പോയ വിമാനം ഒരൊറ്റ പൊങ്ങൽ പൊങ്ങുന്നത്. അതോടുകൂടെ പീരങ്കി ഒന്നുകൂടെ ചിരിയും. പക്ഷേ താഴേക്ക് വീഴുന്നില്ല. തൊട്ടു പിന്നാലെ സൗത്തൻ അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുക പീരങ്കിയുടെ തൊട്ടു പിന്നിൽ ഒരു കയറിൽ മരം കെട്ടിവെച്ചിരുന്നല്ലോ, അതവിടെ കുടുങ്ങി നിൽക്കുകയാണ്. നോർത്തൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെ രണ്ടുപേരും കൂടെ ആ കയറിൽ പിടിച്ചു നിൽക്കും. ആ കമ്പിയുടെ കയറിൽ പിടിച്ചു നിൽക്കും. ആ പീരങ്കി എങ്ങാനും താഴേക്ക് വീണാൽ പിന്നെ നോർത്തന്റെ ജീവൻ ഉണ്ടാവില്ല എന്നാണ് അവന്റെ കമാൻഡർ പറഞ്ഞിരിക്കുന്നത്. സൗത്തനാണെ കുറച്ച് കഴിയുന്ന നേരം ഇതിങ്ങനെ പിടിച്ചു നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ തിരിച്ചു പോവാണെന്നും പറഞ്ഞ് പോകാൻ നിൽക്കുന്ന നേരം നോർത്തൻ പറയും, നിങ്ങൾ പോവല്ലേ, ഈ പീരങ്കി എങ്ങനെയും ഒന്ന് വലിച്ചു കയറ്റിയിട്ട് നമുക്ക് പോയാൽ മതി, ഇതിലൊന്നും കാര്യമില്ലടോ എന്നും പറഞ്ഞുകൊണ്ട് സൗത്തുകാരൻ അവിടുന്ന് പോകും. എന്നാൽ അങ്ങേര് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് അവര് ചെന്നിരുന്ന നാട്ടിലെ ആളുകളെ എല്ലാവരെയും കൊണ്ടിട്ടാണ്. അങ്ങനെ എല്ലാവരും കൂടെ വന്ന് പീരങ്കിയുടെ കയറിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങും. അന്നേരം അമ്മച്ചിയുടെ കെട്ടിയോനാണേൽ അപ്പോഴും വെള്ളടിച്ചുകൊണ്ട് അങ്ങനെ പാട്ടെല്ലാം പാടുകയാണ്. വലിയടാ വലിയടാ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഒരു വിധത്തില് ആ ടാങ്ക് വലിച്ചു കയറ്റും. അതോടുകൂടെ എല്ലാവർക്കും സന്തോഷമായി. നോർത്തനാണെങ്കിൽ പെരുത്ത് സന്തോഷമായി. അവൻ ഇതിലും വലിയൊരു സന്തോഷം വേറെ കിട്ടാനില്ല. അവൻ ആകെ കൂടെ കരഞ്ഞു പോകും. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ ടാങ്കിൽ കയറി അതിർത്തിയിൽ പോയി നിൽക്കും. സൗത്ത് കൊറിയയുടെയും നോർത്ത് കൊറിയയുടെയും അതിർത്തിയിൽ പോയി ചെന്ന് നിർത്തും. സൗത്തൻ ഇനിയെങ്കിലും നിനക്ക് ആ ഡോക്യുമെന്റ് തന്നൂടെ എന്ന് ചോദിക്കുന്ന നേരം നോർത്തൻ അവന്റെ നേതാവിന്റെ ഫോട്ടോ എടുത്ത് സൗത്തന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും. എനിക്ക് ഇതല്ലടാ വേണ്ടതെന്ന് പറയുന്ന നേരം അവൻ ആ ഫോട്ടോ തിരിച്ചു കാണിച്ചു കൊടുക്കും. അതിന്റെ തൊട്ടു പിന്നിലെ ഡോക്യുമെന്റ് കാണുന്ന നേരം സൗത്തൻ പറയും, എടാ കഴിവ് ഏറിയവനെ, നീ എനിക്ക്
കൈയിട്ട് താങ്ങിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അത് വാങ്ങാൻ നോക്കുന്ന നേരം അവൻ വീണ്ടും കൊടുക്കില്ല. ഈ ഡോക്യുമെന്റിൽ എന്താണ് എഴുതിയെന്ന് ചോദിക്കും. അതെനിക്കറിയില്ല എന്ന് സൗത്തൻ പറയുമ്പോൾ ഇതിനകത്ത് എന്താന്ന് പോലും അറിയാഞ്ഞിട്ടാണോ നിങ്ങൾ ഇതിനു വേണ്ടി ജീവൻ പണയം വെച്ചതെന്ന് നോർത്തൻ ചോദിക്കും. അതിനങ്ങേര് പറയും, അല്ലേലും നമ്മളൊക്കെ എപ്പോഴാണ് എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് ജീവൻ പണയം വെക്കാൻ തുടങ്ങിയ. ഇതേ സമയം നോർത്തുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട പീരങ്കി തപ്പിയിറങ്ങിയ സൗത്ത് പട ഒരു മല അങ്ങനെ കയറി വരികയാണ്. അവർ ആ മലയുടെ നേരെ മേലെ എത്തുന്ന നേരം അതിർത്തിയിൽ നിൽക്കുന്ന പീരങ്കിയാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ കമാൻഡറെ കോണ്ടാക്ട് ചെയ്ത് പീരങ്കി കണ്ടുപിടിച്ചെന്നും പറഞ്ഞ് അതിന്റെ ലൊക്കേഷനും പറഞ്ഞു കൊടുക്കും. താഴെ ടോപ്പ് സീക്രട്ട് ഡോക്യുമെന്റ് വാങ്ങി പുറത്തിറങ്ങുന്ന സൗത്തൻ നോർത്തനോട് പൊയ്ക്കോളാൻ പറയുന്ന നേരം നോർത്തൻ ചോദിക്കും, നിങ്ങൾക്കുണ്ടായിരിക്കുന്ന കുഞ്ഞ് മോളാണോ മോനാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ മോനാണെങ്കിൽ നിങ്ങൾ പേര് കണ്ടു വെച്ചിട്ടുണ്ടോ? എന്നാൽ സൗത്തൻ ഒരു പേര് കണ്ടു വെച്ചിട്ടേ ഇല്ല. അങ്ങനെയെങ്കിൽ മോനാണെങ്കിൽ നിങ്ങൾ യോങ്ഹാങ് എന്നുള്ള പേര് വെച്ചു കൊടുക്കുമോ എന്ന് ചോദിക്കും. സൗത്തനാണെ ആ പേര് ഇഷ്ടാവുകയും ചെയ്തു. അതിന്റെ സന്തോഷത്തിൽ കഴുത്തിലുണ്ടായിരുന്ന മാലയിലെ ലോക്കറ്റ് അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും. എന്നാൽ നോർത്തൻ അപ്പോഴാണ് ചോദിക്കുക, നിങ്ങൾ എനിക്കൊരു സിഗരറ്റ് തരുമോ എന്ന്. അതിനങ്ങേര് പറയും, നീ ഇപ്പോഴാണോ ഇതെല്ലാം ചോദിക്കുന്നത്? നീ പെട്ടെന്ന് തന്നെ നിന്റെ നാട്ടിലെത്താൻ നോക്ക്. എന്തായാലും സൗത്തൻ അവന്റെ കയ്യിലേക്ക് ഒരു സിഗരറ്റ് കൊടുക്കും. അങ്ങനെ അതിർത്തിയിൽ വെച്ച് രണ്ടുപേരും കൂടെ സിഗരറ്റും കത്തിച്ചുകൊണ്ട് അങ്ങനെ വലിക്കും. രണ്ടുപേരും രണ്ട് രാജ്യത്തിന്റെ സോൾജിയേഴ്സ് ആണെന്നുള്ള കാര്യം വരെ മറന്നുകൊണ്ടാണ് അവരങ്ങനെ വലിക്കുന്നത്. ഈ ഒരു സമയം രണ്ടുപേരുടെയും ഉള്ളില് വിശ്വാസവും സൗഹൃദവും മാത്രമേ ഉള്ളൂ. അവർ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല. അതിർത്തിയിലാണ് നിൽക്കുന്നതെന്ന് പോലും അവർ ചിന്തിക്കുന്നേയില്ല. എന്തായാലും സിഗരറ്റ് കൊടുത്തതിന്റെ നന്ദിയായിട്ട് നോർത്തൻ സൗത്തന്റെ കയ്യിലേക്ക് ഒരു വാച്ച് വെച്ച് കൊടുക്കും. ഒരു സ്വർണ്ണ വാച്ച് വെച്ച് കൊടുക്കും. ഇത് നിങ്ങൾക്ക് വീടും സ്ഥലവും വെക്കാനെന്ന് പറഞ്ഞാണ് കൊടുക്കുക. അത് കേൾക്കുമ്പോൾ തന്നെ സൗത്തിന് വലിയ സന്തോഷമായി. എന്നാൽ ഇതേ സമയത്താണ് UN ഇടപെട്ട്, ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നത്. ഇവിടെ രണ്ടുപേരും പിരിയാൻ നിൽക്കുന്ന നേരം നോർത്തൻ ചോദിക്കും, തന്റെ പേരെന്താടോ? അതിന് സൗത്തൻ പറയും, എടാ എനിക്ക് നിന്റെ തന്തയാകാനുള്ള പ്രായം ഉണ്ടോ, എന്റെ പേര് ജോങ് നാം ബോക്ക്. ആട്ടെ നിന്റെ പേരെന്താന്ന് ചോദിക്കുന്ന നേരം യോങ്ഹാങ് എന്ന് പറയും. നേരത്തെ അവൻ സൗത്തന്റെ കുഞ്ഞിന് ഇട്ടുകൊടുത്തിരുന്ന പേര് അവന്റെ പേര് തന്നെയാണ്. നീ നിന്റെ അമ്മയെ നല്ലപോലെ നോക്കണേന്നും പറഞ്ഞുകൊണ്ട് സൗത്തൻ തിരിഞ്ഞടക്കും. അന്നേരം നോർത്തൻ വിളിച്ചു പറയും, നിങ്ങൾ നല്ലൊരു അച്ഛനാവാനും ശ്രമിക്കണേ എന്ന്. എന്നാൽ സൗത്തൻ അന്നേരം ഒന്നും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. രണ്ടുപേരും പിരിയുന്നതിൽ നോർത്തന് ചെറിയ വിഷമൊക്കെ ഉണ്ട്. എന്നാൽ അപ്പോഴാണ് കമാൻഡർ അവരുടെ ലൊക്കേഷനിലേക്ക് മിസൈലുകൾ അയക്കുന്നത്. അതിൽ ആദ്യത്തെ മിസൈല് തന്നെ പീരങ്കിക്കാണ് വന്ന് കൊള്ളുക. നോർത്തൻ തെറിച്ച് താഴേക്ക് വീഴും. പെട്ടെന്ന് തന്നെ സംഭവിച്ചതുകൊണ്ട് അവന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്ക് സൗത്തൻ ഓടി വന്ന് അവനെ എടുത്തുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. പക്ഷേ ബോംബുകളാണേൽ മഴ പെയ്യുമ്പോൾ അവിടെ ഇവിടെയായിട്ട് പെയ്തുകൊണ്ടേ ഇരിക്കുക, വീണോണ്ടേ ഇരിക്കുക. അതിലൊരു ബോംബ് നോർത്തന്റെ കാലിനടുത്താണ് വീഴുക. അതോടുകൂടെ അവന്റെ കാലൊടിഞ്ഞു പോകും. അവർ രണ്ടുപേരും കൂടെ താഴെ വീഴും. എന്നാൽ ഇതേ സമയത്താണ് യുദ്ധം നിർത്തലാക്കാനുള്ള നോട്ടീസ് കമാൻഡറുടെ കയ്യിൽ കിട്ടുന്നത്. അത് കിട്ടുന്ന അങ്ങേര്, ഇത് എന്ത് ചെയ്യുമ്പോഴോ, ഇതെല്ലാം ഇപ്പോഴാണോ വന്ന് പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മിസൈൽ അയക്കുന്നത് നിർത്തലാക്കാനായിട്ട് ഓർഡർ കൊടുക്കും. ഇവിടെ രണ്ടുപേരും കൂടെ ഉള്ള ജീവനും വെച്ച് എങ്ങനെയും വേച്ച് പോകാനായി നിൽക്കുന്ന നേരം അവസാനമായിട്ടൊരു മിസൈൽ കൂടെ വന്ന് പതിക്കും. അതിൽ രണ്ടുപേരും തെറിച്ച് താഴേക്ക് വീഴും. നോർത്തന് പിന്നെ അനങ്ങാൻ പോലും പറ്റില്ല. സൗത്തൻ വേച്ച് അവന്റെ അടുത്ത് വന്ന് അവന്റെ തലയെടുത്ത് കാലിലേക്ക് വെക്കും. അന്നേരം അവൻ പറയും, ചേട്ടാ എനിക്കിപ്പോൾ നല്ലപോലെ തണുക്കുന്നുണ്ട്, എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചേട്ടനല്ല പറഞ്ഞ് യുദ്ധത്തിൽ ആർക്കെങ്കിലും തണുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ മരിക്കാൻ പോവാണെന്ന്. അപ്പോഴേക്ക് യുദ്ധം നിർത്തലാക്കാനുള്ള നോട്ടീസുകൾ വിമാനത്തിൽ അവിടെയെല്ലാം വിതറുന്നുണ്ട്. അത് മഞ്ഞ് പോലെയാണ് താഴേക്ക് വീഴുന്നത്. അത് കാണിച്ചു കൊടുത്തോണ്ട് പറയും, ശരിക്കിപ്പോൾ ഇവിടെയെല്ലാം മഞ്ഞ് വീഴുന്നുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് തണുക്കുന്നത്. അതിന് നോർത്തൻ, മഞ്ഞ് വീഴുന്നത് കാണാൻ എന്ത് രസമല്ലേ ചേട്ടാന്നും ചോദിച്ചുകൊണ്ട് മരിക്കും. അതാണെങ്കിൽ സൗത്തിന് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഇനി എത്രയൊക്കെ കരഞ്ഞാലെന്ത്, അവൻ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ലല്ലോ. അങ്ങനെ അവൻ്റെ ബോഡി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കാളവണ്ടിയിൽ കയറ്റി വെച്ച് 369 ടാങ്ക് യൂണിറ്റിലെ യോങ്ഹാങ് എന്ന് എഴുതി വെച്ച് അവന്റെ ബോഡി നോർത്തിലേക്ക് അയക്കും. അങ്ങനെ അതും കണ്ട് കരഞ്ഞുകൊണ്ട് അങ്ങേര് തിരിഞ്ഞു നടക്കുന്ന നേരം അങ്ങേരുടെ ഭാര്യയും കുഞ്ഞും മുന്നിൽ നിൽക്കുന്ന പോലെ അങ്ങേർക്ക് തോന്നും. ഭാര്യയുടെ സ്നേഹത്തോടെയുള്ള ചിരി കാണുന്ന നേരം അങ്ങേരും ചിരിക്കും. അങ്ങനെ അങ്ങേര് ചിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ദ ലോങ് വേ ഹോം എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. സിനിമ തുടങ്ങിയപ്പോൾ തന്നെ കാര്യം കുറച്ച് സീരിയസ് ആയിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് തമാശയായി മാറി. എന്നാൽ അവസാനം നമ്മളെ വിഷമിപ്പിച്ചു. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.